രാത്രിയിൽ ചിന്തിപ്പാനായി താല്പര്യപ്പെടുന്നത് ആമേൻ സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം മുതൽ 4-ാമത്തെ വാക്യം വരെയാണ് വായിക്കാൻ താല്പര്യപ്പെടുന്നത്. ആമേൻ സ്തോത്രം. മത്തായി സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം മുതൽ 4-ാമത്തെ വാക്യം വരെ ഒരാളിന് ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ വായിക്കും. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. അവൻ കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാ എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്. അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് മോശെ കൽപ്പിച്ച വഴിപാട് കഴിക്ക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദാംശമാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഇതെല്ലാം ഗലീല സംബന്ധിച്ച് ചെയ്യുന്ന ശുശ്രൂഷകളാണ്. ഗലീല, കവർണ്ണഹോം ഈ സ്ഥലങ്ങളിലാണ് യേശു കർത്താവ് ശുശ്രൂഷകൾ വളരെ ശക്തമായി ചെയ്യുന്നത്. മുമ്പിലോട്ട് പോകുന്ന നാഴികയിലാണ് ഈ വിലക്കപ്പെട്ട ഈ കുഷ്ഠരോഗിയെ നമ്മൾ പഠിക്കുമ്പോൾ ഈ കുഷ്ഠമെന്ന് പറയുന്നത് വിലക്കപ്പെട്ട, അഥവാ ഈ കുഷ്ഠരോഗി ഒരിക്കലും പാളയത്തിനകത്ത് പാർപ്പിക്കത്തില്ല. ഇവനെ പാർപ്പിക്കുന്നത് പാളയത്തിൽ നിന്നും ഏകദേശം 2000-ലപ്പുറം അടി ദൂരെ അതിന് പ്രത്യേകിച്ച് ഒരു മന അഥവാ ഒരു വീട്, ഒരു കോട്ട ഉണ്ടാക്കി ആ വീട് കാണാൻ കഴിയാത്ത ഉയരത്തിൽ വലിയ ഭീമൻ മതിലുകൾ കെട്ടി അതിനകത്താണ് ഈ കുഷ്ഠരോഗികളെ പാർപ്പിക്കുന്നത്. സ്തോത്രം. ഈ കുഷ്ഠരോഗികളെ അങ്ങനെയാണ് പാർപ്പിക്കുന്നത്. അവർക്ക് സ്വതവേ പുറത്തേക്ക് ഇറങ്ങാൻ അനുവാദമില്ല. അവർക്ക് ആരെങ്കിലും ഭക്ഷണം കൊടുക്കുന്നെങ്കിൽ അവരെ കാണാതെ ഒരു ദൂരത്തിൽ കൂടെ, ഒരു ഹോളിൽ കൂടെ ഭക്ഷണപാത്രം ഇങ്ങനെ വച്ചു കൊടുക്കുന്നതായിട്ടൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്ത്, യേശു സ്തോത്രം, ശുശ്രൂഷയുടെ നടുവിൽ കർത്താവ് ഇങ്ങനെ വലിയ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് വരുമ്പോൾ, അനേക അത്ഭുതങ്ങൾ യേശു ചെയ്തുകൊണ്ട് വരുമ്പോൾ, ഈ കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്ത് ഇറങ്ങി വന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ എന്ത് ചെയ്തു? നമസ്കരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ക്ലാസ് മുറിക്കകത്ത് ഒരു ടീച്ചർ കടന്നു വരുമ്പോൾ, ഒരു സാറ് കടന്നു വരുമ്പോൾ എണീറ്റ് നിന്ന് കുഞ്ഞുങ്ങൾ പ്രസന്റ് അല്ലെങ്കിൽ നമസ്കാരം അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് പോലെ യേശുവിനെ കണ്ട മാത്രയിൽ അവൻ്റെ ആവശ്യങ്ങൾ നിരത്തി വയ്ക്കുക. 1, 2, 3 എന്ന് പറഞ്ഞ് നിരത്തി വച്ചിട്ട് അവൻ അടുത്ത വാക്കിതാണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവൻ അറിയാം ആരും എന്നെ കാണാൻ വകവയ്ക്കാതെ മാറി നിൽക്കുമ്പോൾ ഒന്നും അവഗണിക്കാതെ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് ഇടപെടുന്ന ദൈവം നീയാണെന്ന് എനിക്കറിയാം. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സമയത്ത് നിനക്ക് മനസ്സുണ്ടെങ്കിൽ, എൻ്റെ താല്പര്യമല്ല അവിടെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇന്ന് അങ്ങനെയാണോ പറയുന്നത്? കർത്താവ്, ഇവിടെ ഇറങ്ങി വരണം, ഇപ്പോൾ ഇറങ്ങണം, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. ഇങ്ങനെയാണോ പ്രാർത്ഥിക്കേണ്ടത്? അല്ല. അപ്പൻ്റെ മുമ്പിൽ എത്രത്തോളം സമർപ്പിക്കാൻ കഴിയുമോ ദൈവമേ, അധികാരത്തോടെ നമുക്ക് പറയാം, കർത്താവേ, ഇപ്പോൾ ഈ രോഗി സൗഖ്യമാകണം അപ്പാ എന്ന് പറയാൻ നമുക്ക് അധികാരം കർത്താവ് തന്നിട്ടുണ്ട്. എന്നാൽ ഈ കുഷ്ഠരോഗിക്ക് അധികാരമില്ല. ശ്രദ്ധിക്കണം. ഈ കുഷ്ഠരോഗിക്ക് എന്തില്ല? അധികാരമില്ല. അവൻ വന്ന് പറയുന്നത് ഇങ്ങനെയാണ്, യേശുവേ അഥവാ കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കുഷ്ഠത്തെ എന്ത് ചെയ്യണം? നീ ശുദ്ധമാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അടയ്ക്കപ്പെട്ട അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഒരു പാളയത്തിൽ മാത്രം ചുറ്റിപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യനാണ്. എന്നെ ആരും പ്രൈസ് ദി ലോർഡ് മൈൻഡ് ചെയ്യുന്നില്ല. എന്നെ എല്ലാവരും അവഗണിച്ച് എന്നെ മാറ്റി ഒരു പാളയത്തിനകത്ത്, ഒരു ഭവനത്തിനകത്ത്, ഒരു കരിങ്കല്ല് കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു തുറുങ്കിനകത്ത് എന്നെ അടച്ചിരിക്കുകയാ. ചില ശുശ്രൂഷകളിൽ കൂടെ മാത്രമാണ് എനിക്ക് ചില പ്രകാശങ്ങൾ കടന്നു വരുന്നത്. ഒരു മനുഷ്യനെ കാണാനുള്ള അനുവാദമില്ല.
ആരെയും കാണാനോ ആരോട് സംസാരിക്കാനോ ഉള്ള ആമേൻ അധികാരമോ അല്ലെങ്കിൽ അനുവാദമോ എനിക്ക് തന്നിട്ടില്ല. എനിക്ക് ഭക്ഷണം തരാൻ വരുന്ന വ്യക്തി, എനിക്ക് വെള്ളം തരാൻ വരുന്ന വ്യക്തി, അവരെന്നെ കാണാൻ വിസമ്മതിക്കുന്നു, എന്നെ എല്ലാവരും മാറ്റി നിർത്തുന്നു. കർത്താവേ, നിനക്കിന്ന് രാത്രി എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെങ്കിൽ എന്നെ ശുദ്ധമാക്കണം. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, നിന്നെ പലപ്പോഴും അവോയ്ഡ് ചെയ്യുന്ന, നിന്നെ കാണുന്നത് തന്നെ വെറുപ്പായി തോന്നുന്ന, നിന്നെ പലരും റിജക്റ്റ് ചെയ്യുന്ന, നിന്നെ പലരും മാറ്റി നിർത്തി അവഗണിക്കുന്നത്, പാളയത്തിനകത്ത് മാത്രം ആമേ നിന്നെ അകപ്പെടുത്തി കളയത്തക്ക തലത്തിൽ എവിടെയോ നിന്നെ അടച്ച് ബന്ധിച്ചു ആമേ വച്ചതുപോലെയുള്ള അനുഭവങ്ങളിരിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നിന്റെ അടുത്ത് യേശു വന്ന് നിൽപ്പുണ്ട്. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ വേദനകളെ അറിയുന്ന, എൻ്റെ വിഷമങ്ങളെ അറിയുന്ന, ആരും അറിയാതെ എൻ്റെ വിഷമങ്ങളെ, എൻ്റെ യാചനകളെ, എൻ്റെ ആകുലതകളെ, എൻ്റെ തേങ്ങലുകളെ അറിയുന്ന നീ മാത്രമാണ് എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി കഴിയും? യേശു കർത്താവ് അവന് വേറെ ഒന്നും പറഞ്ഞില്ല കേട്ടോ. രണ്ടാമത്തെ വാക്യം നമ്മൾ വായിച്ചു വരുമ്പോൾ മൂന്നാമത്തെ വാക്യം പറയുന്നു, അവൻ കൈ നീട്ടി അവനെ തൊട്ടു. ഇന്ന് രാത്രി ഇതിനകത്ത് അവൻ എത്രയോ നാള് അവനെ പ്രസവിച്ച അമ്മ അവനെ ഒന്ന് താലോലിക്കാൻ അവൻ ആഗ്രഹിച്ചു. അവന്റെ സഹോദരന്മാർ അവനെ വിട്ടുപോയി കുഷ്ഠമെന്ന് പറഞ്ഞ്, അവന്റെ അപ്പൻ അവനെ മുദ്രകുത്തി കുഷ്ഠമെന്ന് പറഞ്ഞ്, അവന്റെ പെറ്റ അമ്മ വരെ അവനെ മുദ്രകുത്തി കുഷ്ഠമെന്ന് പറഞ്ഞ് അടയ്ക്കപ്പെട്ട അല്ലെങ്കിൽ വിലക്കപ്പെട്ട ഒരു കനി എന്ന പോലെ അവനെ അടച്ച് മുദ്രയിട്ടെങ്കിൽ ഇന്ന് രാത്രി ആ മുദ്രയെ പൊട്ടിക്കാൻ ഒരു കർത്താവ് ആ പാളയത്തിന്റെ പുറത്ത് ഇറങ്ങി വന്നു. നിന്റെ ശബ്ദം കേട്ട് നിന്റെ കണ്ണീര് തുടയ്ക്കാൻ, നിന്റെ ആകുലതകളെ മാറ്റുവാൻ, നിന്റെ വേദനകളെ അറിയുന്ന മനുഷ്യൻ പുറമേ നോക്കി വിധി എഴുതുമ്പോൾ ഹൃദയത്തിലെ ആകുലതകളും ഹൃദയത്തിലെ തേങ്ങലുകളും അറിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നിന്റെ അടുത്ത് വന്നിപ്പുണ്ട്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, നീ ഒരു കാര്യം ചെയ്യ്. ആമേ സ്തോത്രം. വീട്ടിൽ പോയിട്ട് വരാനല്ല അവിടെ പറഞ്ഞത്. ആമേ സ്തോത്രം. ഞാനൊന്ന് അന്വേഷിക്കട്ടെ നിന്നെ പറ്റി, അങ്ങനെയല്ല അവിടെ പറഞ്ഞത്. എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാം, നീ ഇവിടെ വെയിറ്റ് ചെയ്യ്, ഒന്നും പറഞ്ഞില്ല. കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? കൈ നീട്ടി അവനെ തൊട്ടു. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് മനസ്സുണ്ടെന്ന് ഇന്ന് രാത്രി പലരെയും പുറത്തെടുക്കാൻ കർത്താവിന് മനസ്സുണ്ടെന്ന്, ചില കുടുംബത്തിലെ വ്യക്തികളെ പുറത്തെടുക്കാൻ യേശു കർത്താവിന് മനസ്സുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ ആരോടൊക്കെ ദൈവാത്മ പറയുന്നു. നിന്നെ ഒരിടത്ത് അടച്ചൊതുക്കിടാനോ ഒരു ബൗണ്ടറിക്കകത്ത് ആമേൻ പ്രൈസ് ദി ലോർഡ് ഒതുക്കപ്പെടാനോ അല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആമേൻ സ്തോത്ര. ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിലും വലുതാണ്. ആമേൻ സ്തോത്ര. ഒരു സമയത്ത് ആമേൻ തുറുങ്കിലെ പൂട്ടുകൾ പൊട്ടിച്ച് നിന്നെ പുറത്തെടുക്കുന്ന ഒരു ശബ്ദം, ഒരു കാൽപാദത്തിന്റെ സ്പർശനം ഭൂമിയിൽ പതിയുമ്പോൾ ചില വേലിക്കെട്ടുകളെ പൊളിക്കുന്ന, ചില മതിലുകളെ പൊളിക്കുന്ന, ചില അധികാരത്തിന്റെ പൂട്ടുകളെ പൊട്ടിക്കുന്ന, ചില മുദ്രകളെ പൊട്ടിക്കുന്ന, ചില വാക്കുകൾക്ക് വിരാമം കുറിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ചില കുടുംബത്തിനകത്ത്, ചില വില്ലേജിനകത്ത്, ചില ദേശത്തില്, ചില പട്ടണങ്ങൾക്കകത്ത് യേശുവിന്റെ കാൽപാദം ഇന്ന് രാത്രി ആമേൻ ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. ആമേൻ. കർത്താവ് എന്ന് പറഞ്ഞറിയാമോ? പ്രൈസ് ദി ലോർഡ്. അടുത്ത് നോക്കിക്കേ. ആമേൻ എന്ന് പറഞ്ഞു. ഉടനെ ആമേൻ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. നോക്കിക്കേ, കുഷ്ഠം അവന്റെ ശരീരത്തിന് ഓൺ ദ സ്പോട്ടിൽ. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് പറയാമോ, കർത്താവ് എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം. യെശയ്യാപ്രവാചന പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്നു. യെശയ്യാവ് 1, യെശയ്യാവ് 2, യെശയ്യാവ് 3, യെശയ്യാവ് 4, യെശയ്യാവ് 5, യെശയ്യാവ് 6. കഴിഞ്ഞ 5 പുസ്തകത്തിലും ഇടപെടാത്ത ദൈവം 6-ാമത്തെ പുസ്തകത്തിൽ ഇറങ്ങി വന്ന കാര്യം എന്നറിയാമോ? അയ്യോ, ഞാൻ ആരെന്നറിയാമോ? അരിഷ്ട മനുഷ്യൻ. ഞാൻ ആരാ? അരിഷ്ട മനുഷ്യൻ. ഞാൻ സമ്മതിക്കുന്നു, ഞാൻ കുറവുള്ളവനാ, ഞാൻ കുറ്റക്കാരനാ, ഞാൻ പാപിയാണ്. ഓ റിബലബ ശമനപരഗതുനി. അടുത്തു പറയുന്ന വാക്ക് കേട്ടോ, ഹൃദയം തകർന്നു പോകും. എൻ്റെ നാവെന്തില്ല, ശുദ്ധിയില്ലാത്ത ആദരങ്ങളോട് കൂടെ ഉള്ള ജനത്തിന്റെ ഇടയിൽ പാർക്കുന്നവനാ ഞാൻ. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ എൻ്റെ വായിൽ നിന്ന്, എൻ്റെ നാവിൽ നിന്ന് അരുതാത്ത വാക്ക് വന്നു പോയി. ദൈവമേ, ഓ ഓ പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കൂ, സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നു അവിടെ.
ഹല്ലേലൂയ. അവിടെ കർത്താവ് ഇറങ്ങി വന്നിട്ട് ദൂതനോട് കൽപ്പിച്ചു, സാറാബിനോട് കൽപ്പിച്ചു, ദൂതന്മാരോട് കൽപ്പിച്ചു. ആമേൻ. ആമേൻ. യഹോവയുടെ യാഗപീഠത്തിൽ നിന്ന് ഒരു കനലെടുത്ത്, ഹല്ലേലൂയ, ശുദ്ധിയില്ല എന്ന് പറഞ്ഞ, കുറവുണ്ടെന്ന് പറഞ്ഞ, കുറ്റക്കാരനെന്ന് പറഞ്ഞ അവന്റെ അധരത്തെ ശുദ്ധമാക്കുവാൻ, ആമേൻ, സാറാബിൽ ഒരുത്തൻ കൊടിലുകൊണ്ട് യാഗപീഠത്തിൽ കത്തിപ്പടരുന്ന കനലിൽ നിന്നൊരു കനലെടുത്തു കൊണ്ടുവന്ന് അവന്റെ നാവിൽ തൊട്ടു. യെശയ്യാവ് സംസാരിപ്പാൻ തുടങ്ങി, വെളിപ്പാട് കാണാൻ തുടങ്ങി, ദർശനം കാണാൻ തുടങ്ങി, പ്രവചിപ്പാൻ തുടങ്ങി. എന്ന് രാത്രി ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ദൈവകുഞ്ഞ്, നീ പ്രവചിക്കാൻ തുടങ്ങാൻ പോകുകയാ. നിന്റെ നാവിന്റെ കെട്ട് പൊട്ടാൻ പോകുകയാ. നിന്നെ ബന്ധിച്ച കോട്ടകളെ പൊളിക്കാൻ പോകുകയാ. നീ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം സമർപ്പിക്കപ്പെട്ട വ്യക്തിയായി ഈ രാത്രി ഇരിക്കുമെങ്കിൽ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ചിലർ നോക്കി നിൽക്കുമ്പോൾ, ചിലര് സ്തോത്രം കണ്ണു തുറന്ന് നോക്കി നിൽക്കുമ്പോൾ ദൈവം നിന്നെ ഇവിടുന്ന് പറപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പട്ടി താഴ്വരയിൽ കുരച്ചുകൊണ്ടേ നിൽക്കും, വാഴ്ത്തത്തമുള്ളവൻ പറക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി വാഴ്ത്തത്തമുള്ളവൻ ഫ്ലൈറ്റിൽ പറക്കും, വാഴ്ത്തത്തമുള്ളവൻ പറന്നു പോകും, വാഴ്ത്തത്തമുള്ളവൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 10-20 കിലോമീറ്റർ പോകുന്നത് പോലെ അവൻ പറക്കും. അവൻ ആകാശമേഘങ്ങളിൽ കൂടെ പറക്കും. വാഴ്ത്തത്തമുള്ളവൻ എത്ര അവനെ പിടിച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും കഴിയില്ല. കാരണം അവന്റെ മേൽ നിയോഗമുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ മേൽ ഒരു നിയോഗമുണ്ട്. നിയോഗം നിന്റെ മേലുള്ളത് കൊണ്ട് നിന്നെ ആർക്കും ബ്ലോക്ക് ചെയ്യാൻ കഴിയത്തില്ല. നിയോഗ ശുശ്രൂഷ നിന്റെ മേലുണ്ട്. നിന്നെ ആർക്കും മാറ്റി നിർത്താൻ കഴിയത്തില്ല, നിന്നെ ആർക്കും ഒതുക്കാൻ കഴിയത്തില്ല. കാരണം നിന്റെ മേൽ ഒരു നിയോഗത്തിന്റെ ശുശ്രൂഷ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ സ്തോത്ര ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടുന്ന നാഴികയാണ്. കേൾക്കൂ, കേൾക്കൂ, കേൾക്കൂ. പ്രൈസ് ദി ലോർഡ്. ഹലോ, ഇവിടെ പറയുക, അവൻ എന്ത് ചെയ്തു? ഉടനെ ശുദ്ധമായി. പ്രൈസ് ദി ലോർഡ്. 4-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, യേശു അവനെ നോക്കി. പ്രൈസ് ദി ലോർഡ്. അവനോട് നോക്കി, ആരോടും പറയരുത്. സ്വർഗ്ഗം ആർക്കും, പ്രൈസ് ദി ലോർഡ്, ആ സാക്ഷ്യത്തിനായി എന്ത് ചെയ്യരുത്? നീ ചെന്ന് നിന്നെ തന്നെ എന്ത് ചെയ്യണം? പുരോഹിതന് കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ എന്ത് ചെയ്യണം? നിന്നെ തന്നെ വെളിപ്പെടുത്തേണ്ട ഒരു സമയമുണ്ട് ദൈവ പൈതലേ. നീ ഇന്നിരിക്കുന്നത് അടയ്ക്കപ്പെട്ടിരിക്കുക. നിന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു സമയം മുമ്പിൽ വരുന്നുണ്ട്. ഹല്ലേലൂയ. നിന്നെ തന്നെ വെളിപ്പെടുത്തുന്ന സമയം. സ്തോത്രം. മാർക്കോസ് സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 40 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ വരപ്പെടുമ്പോൾ, ലൂക്കായുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 12 മുതൽ 14 വരെ നിങ്ങൾ വായിക്കപ്പെടുമ്പോൾ, മത്തായി സുവിശേഷം 2-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കപ്പെടുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം. മത്തായി സുവിശേഷം 2:2 വായിക്കുമ്പോൾ, 9:18 നിങ്ങൾ വായിക്കപ്പെടുമ്പോൾ, സ്തോത്രം, 15-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യവും 20-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യവും നിങ്ങൾ വായിക്കപ്പെടുമ്പോൾ, മത്തായി സുവിശേഷം 18 അതിൻ്റെ 26, അപ്പോസ്തല പ്രവൃത്തി 10 അതിൻ്റെ 25, മത്തായി സുവിശേഷം 9 അതിൻ്റെ 30, 17 അതിൻ്റെ 9. ഹല്ലേലൂയ. ശമനപരഗതുനി. മാർക്കോസ് 1 അതിൻ്റെ 3. പ്രൈസ് ദി ലോർഡ്. മാർക്കോസ് 13 അതിൻ്റെ 4. സ്തോത്രം. 5 അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ഹല്ലേലൂയ. 7-ാമത്തെ അധ്യായം മാർക്കോസ് 7:36, 8:26. ഈ വാക്യങ്ങൾ നിങ്ങൾ വായിക്കപ്പെടുമ്പോൾ തന്നെ മാർക്കോസ് സുവിശേഷം 6 സ്തോത്രം അതിൻ്റെ 11-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇന്ന് രാത്രി ഇടപെടുന്നു. നിന്നെ ആർക്കും ഒതുക്കാൻ കഴിയില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യങ്ങൾ നിങ്ങൾക്കുള്ള ദൂതാണ്. ഇന്ന് രാത്രിയിൽ സ്തോത്രം, ദൈവത്തിന്റെ പൈതലേ, ദൈവം നിന്നെക്കുറിച്ച് കൽപ്പിക്കുന്ന, ദൈവം നിന്നെക്കുറിച്ച് കണ്ടിരിക്കുന്ന, ദൈവം നിന്നെക്കുറിച്ച് പ്രൈസ് ദി ലോർഡ് ആഗ്രഹിക്കുന്ന സ്തോത്രം. മത്തായി സുവിശേഷം 12:16 വായിക്കുമ്പോൾ, ലൂക്ക 9:5, യാക്കോബ് 5 സ്തോത്രം 3, ലൂക്ക 17:14, ലേവ്യ 14:12, 32 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത്യാദി വാക്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മ വിളിച്ചു പറയുന്നു,
പറയുന്നു. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി ചിലതിനെ നിവർത്തുന്ന ദൈവമാണ്. ഇന്നലെ നിന്നെ ഒതുക്കാൻ ശ്രമിച്ചെങ്കിൽ ഇന്ന് നിന്നെ രൂപത്തെ മാറ്റുന്ന, നിന്റെ ഭാവത്തെ മാറ്റുന്ന, ഇന്നലെ നിന്നെ കാണാൻ വിസമിച്ചവർ നിന്നെ ഇന്ന് കാണാൻ പോകുകയാ, നിന്നെ കൈതരാൻ പോകുകയാ, നിന്നെ കെട്ടിപ്പിടിക്കാൻ പോകുകയാ, നിന്നെ ആലിംഗനം ചെയ്യാൻ പോകുകയാ. ഇന്നലെ നിന്നെ കാണുന്നത് വെറുപ്പെന്ന് പറഞ്ഞവർ, ഇന്നലെ നിന്നെ കാണുന്നത് തന്നെ ആമേ പ്രൈസലോട് അലർജി എന്ന് പറഞ്ഞവർ ഇന്ന് രാത്രി വചന ദൂതോടെ വിളിച്ചു പറയുന്നു. സങ്കീർത്തനം 110 അതിന്റെ 1, സങ്കീർത്തനം 90 അതിന്റെ 10, ഹല്ലേലൂയ, സങ്കീർത്തനം 103 അതിന്റെ 3. ഇന്ന് രാത്രി ദൈവ പൈതലേ, ദൈവം നിനക്ക് തരുന്ന ആമേൻ സ്തോത്രം ഒരു സമയമുണ്ട്. ആ സമയത്തിൽ നീ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തി 9-ാമത്തെ അധ്യായം അതിന്റെ 8, ഉൽപ്പത്തി പുസ്തകം ആമേ 23 അതിന്റെ 17. ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനെ, ദൈവത്തിന്റെ ദാസിയെ, യാക്കോബിന്റെ ലേഖനം 3 അതിന്റെ 2, യാക്കോബ് 1 അതിന്റെ 12, യാക്കോബ് 2:3 ആമേ സ്തോത്രം ഇത്യാദി വാക്യങ്ങൾ വായിക്കൂ. പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ആരാ? അവനാ ഭാഗ്യവാൻ, അവനാണ് കിരീടമുള്ളത്. അവൻ ഒരു സമയത്ത് അടയ്ക്കപ്പെട്ടവനാ, ആരും ആമരാത്തവനാ, ആരും അവനെ മൈൻഡ് ചെയ്യാത്തവനാ. പക്ഷേ വെളിപ്പാട് പുസ്തകം 2:17 പറയുന്നു, ദാ നിനക്ക് പുതിയ പേര് തരാൻ പോകുകയാ. ആർക്കും കൊടുക്കാത്തൊരു പേര്, പുതിയ പേര് നിനക്ക് തരാൻ പോകുന്നു. വെളിപ്പാട് 1:12 ഇതുവരെ ആർക്കും ആമേൽ വെളിപ്പെടാത്ത ഒന്ന്. വെളിപ്പാട് 3:7 മുതൽ 10 വരെ ദൈവം നിനക്ക് വേണ്ടി കരുതുന്നത്, ദൈവം നിനക്ക് വേണ്ടി തരുന്നത്. അതെ, നിനക്ക് അല്പമേ ആയുസുള്ളൂ എങ്കിലും നീ ദൈവത്തിന്റെ വചനം മുറുകെ പിടിച്ചതുകൊണ്ട് വെളിപ്പാട് 3:7 മുതൽ 10 വരെ നിനക്ക് അല്പമേ ആയുസുള്ളൂ എങ്കിലും നീ ദൈവത്തിന്റെ വചനം മുറുകെ പിടിച്ചത് കൊണ്ട് ദൈവം നിന്നെ ആമേ സ്തോത്രം ഹല്ലേലൂയ ബലപ്പെടുത്തും, നിന്നെ ശക്തിപ്പെടുത്തും, നിനക്ക് ആവശ്യമായി തരും. ആമേ സങ്കീർത്തനം 3:3 ദൈവ പൈതലേ, ദൈവം നിന്നെ കണ്ടിരിക്കുന്നത് ആറ്റിന്റെ അരുകത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെയാ. അതിന്റെ ഇല വാടാൻ ദൈവം അനുവദിക്കത്തില്ല. കേട്ടോ, ഹല്ലേലൂയ പ്രൈസ്. കൊലോസ്യർ 2 അതിന്റെ 3. ഇന്ന് രാത്രി ദൈവ പൈതലേ, ദൈവം നിനക്ക് തരുന്ന ആലോചനകൾ ഒന്നുപോലും മറച്ചു വയ്ക്കാതെ നീ എഴുതി പിടിപ്പിച്ച് ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ നീ ആമേ സ്തോത്രം സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ. ഹബക്കൂക്കിന്റെ ആമേ പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ 7 വരെ, ഹബക്കൂക്ക് 3:17 2:17. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, ദൈവം നിന്നോട് പറയുന്ന അരുളപ്പാടുകൾ, ദൈവം നിന്നോട് പറയുന്ന ആമേ ശബ്ദങ്ങൾ നീ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് മുൻപിലോട്ട് വരുമെങ്കിൽ ഇന്ന് രാത്രി നീ അറിയാതെ നിന്നെ വേറൊരു മനുഷ്യനാക്കുന്ന, ഇന്നലെ വരെ നിന്നെ കാണുന്നവർ മാറി മാറി വഴി തെറ്റിപ്പോകുമ്പോൾ നിന്നെ കാണുമ്പോൾ തന്നെ അവർ മാറിപ്പോകുന്നു. അയ്യോ, എന്നെ കണ്ടല്ലോ, എന്റെ സഹോദരനെ കണ്ടത് അവൻ എന്നെ കണ്ടിട്ടും കാണാത്തതുപോലെ പോകുന്നു. എന്റെ കൂടെ ആമേ സ്തോത്രം ഇന്നലെയും എന്റെ കൂടെ വന്ന സുഹൃത്ത എന്നെ കണ്ടപ്പോൾ വഴിമാറിപ്പോകുന്നു. ആമേ സ്തോത്രം ലൂക്കാ ആമേ യോഹന്നാൻ സുവിശേഷം 14 അതിന്റെ 1 പറയുന്നു, നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്. കേട്ടോ, അവർ അതിലേ പോട്ടെ, നീ ഭാരപ്പെടണ്ട. പക്ഷെ ഒരു സമയത്ത് നിന്റെ ആമേ സ്തോത്രം അടുത്തു വന്ന്, സഹോദര എന്നോട് നീ ക്ഷമിക്കണം. ഗലാത്യർ 5 അതിന്റെ 20 പറയുന്നു, ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തിയിൽ നീ ആമേ സ്തോത്രം അമർന്നിരിക്കുമെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന, ദൈവത്തിന്റെ കോളിങ്ങിന് വേണ്ടി നീ വെയിറ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് വിളിച്ചു പറയുന്നു, ഹേ ആമേ ദൈവത്തിന്റെ പൈതലേ, നിന്റെ ഇഷ്ടമല്ല. കേട്ടോ, ദൈവമേ നിന്റെ ഇഷ്ടം ഇന്ന് രാത്രി എന്റെ ശരീരത്തില്, എന്റെ കുടുംബത്തിനകത്ത്, എന്റെ മിനിസ്ട്രിയില്, എന്റെ ഭാവിയില്, എന്റെ ഫ്യൂച്ചറിൽ നടക്കുന്ന എനിക്ക് ഒത്തിരി വിഷനുണ്ട്. അതിൽ ഇന്ന് രാത്രി നിന്റെ കാര്യം വെളിപ്പെടുത്തണമേ. അപ്പ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് നീ വഴി ഒരുക്കണമേ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണമേ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഹല്ലേലൂയ ഇന്ന് രാത്രി ആഗ്രഹത്തോടെ രക്തസ്രാവക്കാരിയ സ്ത്രീ ആമേ ലൂക്കായുടെ സുവിശേഷം പഠിക്കുമ്പോൾ അവൾ ഓടിച്ചെന്നു ഹല്ലേലൂയ വ്യർത്ഥമായി വിളിക്കുന്നു, കർത്താവേ 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 എന്ന്. ആൾക്കാരെ തിക്കും തിരക്കും കൊണ്ട് അവനിങ്ങനെ പോകുമ്പോൾ തന്നെ ആമേ 12 വർഷം ഏറിയ രക്തസ്രാവക്കാരി യേശുവിന്റെ വസ്ത്രത്തിന്റെ തുങ്ങലിൽ തൊട്ട് കഴിഞ്ഞാൽ സൗഖ്യം വെളിപ്പെടുമെന്ന് അവൾ വിശ്വസിച്ചു. ഹല്ലേലൂയ. ഒറ്റ വിളിയിൽ 2 അത്ഭുതം. 1 ബർത്തിമായുടെ അത്ഭുതം, 2 ആമേ രക്തസ്രാവക്കാരുടെ അത്ഭുതം, 3 ഹല്ലേലൂയ യേശു പറയുന്നു, എന്റെ ശരീരത്തിൽ നിന്ന് ഒരു അത്ഭുതം പുറപ്പെട്ടു കഴിഞ്ഞു, ഒരു വിടുതൽ പുറപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, ഒരു ശരീരത്തിൽ ഒരു അത്ഭുതം കടന്നു വന്നിട്ടുണ്ട്. നീ പോലും അറിയാതെ, നീ പോലും ചിന്തിക്കാത്ത സമയത്ത്, നീ പോലും ആഗ്രഹിക്കാത്ത മേടുകളിൽ ഇന്ന് രാത്രി ഒരു വിടുതലുമായി കാത്തിരിക്കുന്ന ദൈവവൈതലേ, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന, നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്ന ഒരു കർത്താവ് നിന്റെ കുടുംബത്തിനകത്ത്, നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിനകത്ത് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുകയാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ രാത്രി നിന്നോട് പറയുവാനുണ്ട്, നിന്നോട്
നിന്നോട് സംസാരിപ്പാനുണ്ട്. ഹല്ലേലൂയ. നിന്നോട് ഇടപെടുവാനുണ്ട്. നീ അല്പം നിന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ നീ മുഴങ്ങാൽ ഇരിക്കുമെങ്കിൽ ഇന്ന് രാത്രി സ്വർഗ്ഗത്തിൽ ദൈവം പറയുന്നു, ഹല്ലേലൂയ, മനുഷ്യൻ പറയട്ടെ, അവൻ നിനക്കെതിരെ കോട്ട കെട്ടട്ടെ, അവൻ നിനക്കെതിരെ പാളയമടിക്കട്ടെ, അവൻ നിനക്കെതിരെ പദ്ധതികൾ മെനയട്ടെ, നിനക്ക് മുഴങ്ങാലിരിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ നാൾക്കളിൽ പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ദൈവമൈതലേ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങൾ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ ശുശ്രൂഷിക്കണം, ആത്മാവിൽ പ്രവചിക്കണം, ആത്മാവിൽ പാട്ടുപാടണം, ആത്മാവിൽ സംസാരിക്കണം, ആത്മാവിൽ ആമേ സ്തോത്രം ദൈവസന്നിധിയിൽ ഉന്മയോടെ ഇരിക്കണം, ആത്മാവിൽ നിങ്ങൾ ആമേ സ്തോത്രം നടക്കണം, ആത്മാവിൽ കൈ ഉയർത്തണം, ആത്മാവിൽ സ്തോത്രം പറയണം. എന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും? ആത്മാവിൽ സ്തോത്രം പറയണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അന്യഭാഷ പുറത്തു വരണം, ദൂതുകൾ പുറത്തു വരണം. നിങ്ങളെ പ്രവാചകന്മാരാക്കാൻ, നിങ്ങളെ ആമേ ശുശ്രൂഷക്കാരാക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ട്. അയ്യോ, അവൻ എന്നെ ഇങ്ങനെ പറഞ്ഞു, ഓ ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ല. അവൾ എന്നെ ഇങ്ങനെ പറഞ്ഞു, ഓ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ആ പാസ്റ്റർ എന്നെ ഇങ്ങനെ പറഞ്ഞു, ഓ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. എടാ, അവന് ഭൂതമാ, അവന്റെ ശബ്ദം കേൾക്കരുത്. സ്തോത്രം. നീയും ദൈവമായിട്ടൊരു ബന്ധം, നീയും ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ. ശമനവരകതുരി. ഇത് കോൺട്രാക്ട് വൈസ് അല്ല. 2 വർഷം കഴിയുമ്പോ ഇത് കോൺട്രാക്ട് വൈസ് അല്ല. ദൈവം നീ മറ്റുള്ള ബന്ധം. അവരിങ്ങനെ പറഞ്ഞു, ഇനി ഞാൻ പള്ളിയിൽ പോകുന്നില്ല. ഹോ എടാ, അത് ഭൂതമാണ്. ഇന്ന് രാത്രിയുടെ കോട്ടയ്ക്കകത്ത് ബന്ധിക്കപ്പെട്ട കുഷ്ഠരോഗിയായിരിക്കും, ബന്ധിക്കപ്പെട്ട് കോട്ടയ്ക്ക് വെളിയിൽ 2600 അടിക്ക് പുറത്ത്, പാളയത്തിന് പുറത്ത്, ആരും എത്തിപ്പെടാത്ത, സൂര്യൻ പോലും ശരിക്കും കിട്ടാത്തടുത്ത് അടയ്ക്കപ്പെട്ട ഒരു വ്യക്തിയുടെ യേശുവിന്റെ അടുത്തെന്ന് പറയാം, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുന്നു രാത്രി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആര് പറഞ്ഞാലും, ആര് നിന്നെ കുറിച്ച് പറഞ്ഞാലും നീ പേടിക്കണ്ട. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മണിയാറ് ആമേ സ്വതന്ത്രം ആമേ മണിയാറ് അല്ലെങ്കിൽ ആ മണിമല ആമേ മണിമല ആമേ ആമേ സ്വതന്ത്രം നമ്മുടെ ദിനീഷ് ബ്രദറിന്റെ വീട്ടിൽ പേരൊക്കെ നല്ല പടുത്ത് നിന്ന് കഴിഞ്ഞാൽ മൂന്നാറെന്നും പരുന്ത് വരും, വവ്വാല് വരും തിന്നാൻ. കാരണം ഫലം അവിടെ നിപ്പുണ്ട്. ഹല്ലേലൂയ. ഫലം ഉണ്ടെങ്കിൽ ഏറെ മൂന്നാറിന്ന് ടാക്സ് പിടിച്ചു വരും. സ്തോത്രം, ഹല്ലേലൂയ. ഫലം നിനക്കുണ്ടെങ്കിൽ മൂന്നാറിന്ന് വരും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇരുന്ന് കൊടുത്താൽ മതി എന്നെ. ഒഴുക്കിന്റെ പിന്നാലെ ആമേ സ്തോത്രം ഒരു ഗ്രൂപ്പ് ഒരുങ്ങി നിപ്പുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേ, കുറ്റം പറയാൻ വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പിനെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. അറിയാമോ? വരുന്നുണ്ട്, പിറകെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അത്ഭുതം ഇതാ തുടങ്ങിയതേ ഉള്ളൂ. ചിലരെ അഭിഷേകം ചെയ്ത് കുറ്റം പറയാൻ വേണ്ടി മാത്രമാ, ചില അഭിഷേകം ചെയ്ത് നുണ പറയാൻ വേണ്ടി മാത്രമാ. ഇത് ഏതാ അഭിഷേകം? തിരിച്ചറിയണം ദൈവവൈതലേ. നമ്മൾ എവിടത്തേക്കാ ഒരുങ്ങുന്നത്? നിത്യതയ്ക്ക് വേണ്ടിയല്ലേ, സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങുന്നതല്ലേ. സ്തോത്രം. ഒരു വാക്ക് പറഞ്ഞു വരുമ്പോ സ്റ്റോപ്പ് ചെയ്യാൻ പഠിക്കണം. ഉടബൽ ധമന ശംഭവരാജ. പ്രാർത്ഥിക്കാൻ ദൈവദാസനെ, പ്രാർത്ഥിക്കാൻ ദൈവദാസിയെ എന്ന് പറഞ്ഞ് മാറിക്കോ. നിന്റെ അഭിഷേകം നഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്. ദൈവകൃപ നഷ്ടപ്പെടും, ദർശനം നഷ്ടപ്പെടും. കാരണം ഇണയിലപ്പുണ കൂടരുത്. ആമേൻ. ഇരിക്കാത്ത ഇരിപ്പിടത്ത് പോയി ഇരിക്കരുത്. ദൈവം നിനക്കുന്ന ആമേൻ സ്തോത്രം സമയം അത് വിലപ്പെട്ടതാ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഉണ്ടല്ലോ, ആമേൻ, നിന്റെ വീട്ടിനകത്ത് കൊണ്ടുതരും ദൈവം. പ്രൈസ് ദി ലോർഡ്. അനുഭവത്തോടെ പറഞ്ഞ, അനുഭവത്തോടെ. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഞാൻ വിട്ടിറങ്ങിയത് ഒന്നും വിലയുള്ളതല്ല കേട്ടോ. ഇതിനേക്കാളും വിലയുള്ളതല്ല ഞാൻ വിട്ടിറങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. ഇതിനേക്കാളും വിലയുള്ളതൊന്നുമല്ല വിട്ടിറങ്ങിയത്. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. വിട്ടിറങ്ങിയതൊന്നും ഇതിനേക്കാൾ വിലയില്ല. ആമേൻ. ഉറപ്പിച്ചു പറയാം, ഇതാണ് വില. ആമേൻ, സ്തോത്രം, ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി നിന്റെ മേലൊരു അഭിഷേകം ഉണ്ടെങ്കിൽ അതിനെ വെല്ലാൻ ഒന്നിനും കഴിയത്തില്ല. ഹല്ലേലൂയ. അതിനെ വെല്ലി മുമ്പിലോട്ട് ഒന്നിനും കഴിയത്തില്ല. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, ശ്രദ്ധിക്കൂ. ഇന്ന് രാത്രി ആമേൻ ഒരു വാക്യം കൂടെ അതിൽ കൂടെ ചേർന്ന്, ഞാൻ പറഞ്ഞു പോയ വാക്യങ്ങളിൽ ഒരു വാക്യം കയറി വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. വായിക്കാമല്ലോ. അപ്പോസ്തല പ്രവൃത്തി 10-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 10 അതിൻ്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കും. ഞാനൊരു 10-25 വാക്യം പറഞ്ഞു, അതിനകത്ത് ഒറ്റ വാക്യം വായിച്ച് മുമ്പിലോട്ട് പോകുന്നു. അപ്പോസ്തല പ്രവൃത്തി 10 അതിൻ്റെ 25-ാമത്തെ വാക്യം. പത്രോസ് അകത്തു കയറിയപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു.
പ്രൈസ് ദി ലോർഡ്. പത്രോസ് അകത്ത് ചെന്നപ്പോൾ കൊർന്നേല്യോസ് ആമേൻ അവൻ്റെ വീണ് നമസ്കരിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നൊന്നും തീരത്തില്ല. എന്തുകൊണ്ടാണ് അവൻ വീണ് നമസ്കരിച്ചെന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് പോകേണ്ടതായുണ്ട്. ആമേൻ. സ്തോത്രം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. ഈ 10-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 10:25 നമ്മൾ വരപ്പെടുമ്പോൾ നമുക്കറിയാം തുടക്കം തന്നെ ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കൈസരിയിൽ ദൈവം ചെയ്യുന്ന ചില അത്ഭുതങ്ങൾ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം പത്രോസിൽ കൂടെ ദൈവം ചെയ്യുന്ന പ്രൈസ് ദി ലോർഡ് വലിയ അത്ഭുതങ്ങൾ അതിനകത്തുണ്ട്. പത്രോസിൻ്റെ ദർശനം. പ്രൈസ് ദി ലോർഡ്. പത്രോസിൻ്റെ ആമേൻ ശുശ്രൂഷ, ചില ബന്ധനങ്ങളെ അഴിക്കുന്നത്, ചില കോട്ടകളെ പൊട്ടിക്കുന്നത്, പത്രോസിൽ കൂടെ വരുന്ന വീര്യപ്രവർത്തികൾ ഒക്കെ അതിനകത്തുണ്ട്. പക്ഷേ ഇന്ന് രാത്രി പത്രോസ് അകത്ത് കയറുമ്പോൾ ആമേൻ കൊർന്നേല്യോസ് എതിരേറ്റ് അവൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പത്രോസ് എന്ത് ചെയ്തു? ആമേൻ എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞു. അവനെ ആമേൻ എഴുന്നേൽപ്പിച്ചു. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പിന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഭയങ്കര വിടുതലുകളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഈ തിരുവനന്തപുരം മേഖലയിൽ മാത്രമേ ഉള്ളൂ ആമേൻ. ശരിക്കും പറഞ്ഞാൽ മലയാളികളുടെ മേഖലയിൽ മാത്രമേ ഉള്ളൂ ആരെയും വന്നിക്കാത്തത്. സ്തോത്രം. എന്നാൽ നിങ്ങൾ തമിഴ്നാട്ടിലോട്ട് പോയി നോക്ക്, അതർ സ്റ്റേറ്റിലോട്ട് പോയി നോക്ക്, അഭിഷക്തന്മാരെ കാണുമ്പോഴേ നിലം വരെ അവർ കുനിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 100 കണക്കിന് അനുഭവം ഞാൻ പേടിച്ചു മാറിയിട്ടുണ്ട്. നിലം വരെ കുനിഞ്ഞ് അവർ 2 കാലിലും തൊട്ട് തൊഴുന്ന ആയിരക്കണക്കിന് അഭിഷക്തന്മാർ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളൊക്കെ ആണെങ്കിൽ ദൈവദാസൻ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായര സമയത്ത് ദൈവദാസൻ വന്നാൽ ഒരു പഴംപൊരിയോ ഒരു പപ്സോ ഇരുന്ന് കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് ഓടുന്ന വഴിക്ക് പപ്സ് താഴെ പോകും, പഴംപൊരി ഒരു വഴിക്ക് പോകും, ചായ വേറൊരു വഴിക്ക് പോകും. വരുന്നതാരാ? അഭിഷക്തൻ. ലഡു വേറൊരു വഴിക്ക് പോകും, അത് ഉരുണ്ടു പോകുന്നത് വീഴുന്നത് പാസ്റ്റർ ഷൂവിൻ്റെ അടിയില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്ത് കുറച്ച് നോക്കുമ്പോഴത്തേക്ക് ചിപ്സ് ഒരു സൈഡിൽ കൂടെ പോകും, ചായ ഒരു ഭാഗത്തൂടെ. പെണ്ണെ നീ എടുത്തോണ്ട് പോകുന്ന പറഞ്ഞില്ലേ, അതാ വരുന്നു ചാപ്പാടിരാവന്മാര്. സ്തോത്രം. ഇന്നേക്കൊരു 4 വർഷം മുമ്പ് ഞാൻ കണ്ട കാര്യമാണ് പറയുന്നത്. ഇത് ഇന്നും ഉണ്ട്. വേറൊന്നും പറയുന്നത് കൈപൊക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. സ്തോത്രം. ആമേൻ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ അങ്ങനെ ആരോടും വിളിച്ചു പറയാറില്ല. പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ വിശ്വാസങ്ങളൊന്നും വിളിച്ചു പറയാറില്ല. ഡയറക്റ്റ് കയറി ചെല്ലുമ്പോഴാണ് അവരുടെ കാര്യങ്ങൾ കാണേണ്ടത്. നമുക്ക് അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടോ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ആദ്യത്തെ ബൈബിൾ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ആമേൻ. സ്തോത്രം. ഞാൻ ഹെൽമെറ്റിനകത്ത് മൊബൈൽ കയറ്റി വെച്ചിട്ട് അവരോട് ഞാൻ സംസാരിക്കും. അവരെന്നോട് വീട്ടിൽ ചെല്ലുമ്പോൾ നല്ല സിനിമ കേട്ട് ആമേൻ. സ്തോത്രം. 2 കാലൊക്കെ എടുത്ത് മുകളിൽ പൊക്കി വെച്ച് ആമേൻ. ഗൂഗിൾ മീറ്റ് നടന്നുകൊണ്ടിരിക്കുക, ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. അത് എവിടെയോ കൊണ്ടുവച്ചിട്ടുണ്ട്, അടുക്കളയിൽ എവിടെ ഭാഗത്തിരിപ്പുണ്ട്. അതിങ്ങനെ സാറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഇവരിവിടെ സിനിമ ആമേൻ ബഹളം. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളാരും അല്ല കേട്ടോ, നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്. സ്തോത്രം. വരുന്നുണ്ട്. അതാണ് നേരത്തെ വീടുകളൊക്കെ ഞങ്ങൾ പരിചയപ്പെട്ടത്. സ്തോത്രം. ആമേൻ. അപ്പോൾ നോക്കിയേ, ഇത് ഇന്ന് രാത്രി കൊർന്നേല്യോസിന്റെ വീട്ടിലേക്ക് പത്രോസ് എന്നപ്പോൾ നിലം വരെ കുരിഞ്ഞു. ഒന്നും എടുത്തോണ്ട് ഓടിയില്ല. സ്തോത്രം. അവിടെ വന്നത് അഭിഷേകത്തിനല്ലേ, നീ എന്തിനാ എടുത്തോണ്ട് ഓടിയത്? ഒരു പപ്സും ഒരു ചായ കൂടെ കൊടുത്താൽ പോരെ, അദ്ദേഹം കുടിക്കത്തില്ലേ? പാസ്റ്റർ എന്ത് പറഞ്ഞേ, അദ്ദേഹത്തിന് ഒരു ചായ പറ്റുമോ? ഒരു ചായ കൊടുത്താൽ പോലെ ഇനി ഉണ്ടോ എന്ന് ചോദിക്കും. ഇവിടെ ആകപ്പാടെ ഉള്ളത് ചേട്ടൻ ഇത്തിരി കരിക്കല്ല് അടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നത് ഒരു പപ്സും ഒരു പഴംപൊരിയും. അതൊരു 3 കഴിക്കാൻ ചേഴിയില്ലാത്തൊരു പഴംപൊരിയാ, തണുത്തും പോയി. ഇനിയിപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം 4 അടി ചുരുട്ടി മടക്കി വാക്കിയത് തോച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഉണ്ടോ സഹോദരൻ ചോദിക്കും. ആമേൻ. എടാ ആമേൻ. പാസ്റ്റർക്ക് അറിയാമോ, ഇനി വേറെ പാസ്റ്ററിന്റെ ഭാര്യ കാണും നേരെ അടുക്കളയെ വരത്തുള്ളൂ. എടാ നിന്നുള്ള സ്നേഹം കൊണ്ടല്ലേ വരുന്നേ, വേറെ ആരുമല്ല, പാസ്റ്റർ അമ്മയല്ലേ വരുന്നേ. നിന്നെ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചതല്ലേ കൊർന്നേല്യോസേ എന്ന് പറയേണ്ടി ഇട വന്നില്ല. അവിടെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പത്രോസിന് വേണ്ടി തുറന്നു കൊടുത്തു. ഇന്ന് രാത്രി ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ദാസൻ നിന്റെ വീട്ടിനകത്ത് വരുന്നത്. ഹല്ലേലൂയ. കൊർന്നേല്യോസിൻ്റെ വീട്ടിനകത്ത് പത്രോസ് വരുന്ന കാര്യമുണ്ട്. അവിടെ ഒരു ശുശ്രൂഷ ചെയ്തെടുക്കാൻ സ്വർഗത്തിലെ ദൈവം അവൻ നിയോഗം കൊടുത്ത് അവനെ അതിനകത്തേക്ക് അയക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. അവൻ ആർക്കും മാറ്റി നിർത്താൻ പറ്റാത്ത, ആർക്കും വിലക്കാൻ പറ്റാത്ത, ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയാത്ത ഒരു അഭിഷേകം പത്രോസിന്റെ മേലുണ്ട്. ഇന്ന് രാത്രി പത്രോസേ, നിന്നെ ഇന്ന് രാത്രി പണിയാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്.
ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനെ, ദൈവത്തിന്റെ ദാസിയെ, നിന്റെ ഒഴിഞ്ഞിരിക്കുന്ന പാനകളെ നിറയ്ക്കാൻ ദൈവം ശക്തനെന്ന് പറ. ആമേ, നിങ്ങൾ ആ അധ്യായം വായിച്ചു നോക്ക്. ആമേ, സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി ആ പട്ടണത്തിനകത്ത് വെളിപ്പെട്ടെങ്കിൽ, ഹല്ലേലൂയ. നോക്കിക്കേ 9-ാം വാക്യം. പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ച് അവർ വരും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഇങ്ങനെ വരുന്ന വഴിക്ക് തന്നെ അവർ കാണുക. അപ്പൊ നോക്കിയേ, അവൻ നോക്കുമ്പോൾ ഒരു തുപ്പട്ടി മകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഇറങ്ങി താഴോട്ട് വരികയാ. 4 കോണും ബന്ധിച്ച് ഭൂമിയിലേക്ക് ഒരു തുപ്പട്ടി ഇറങ്ങി വരുന്ന 11-ാം വാക്യം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതിങ്ങനെ പാത്രത്തിനകത്ത് സകലവിധം. 12-ാം വാക്യം. അതിൽ ഭൂമിയിലെ സകലവിധ നാമേ സ്തോത്രം. ആമേൻ, നാൽക്കാലിയും. നാൽക്കാലി എന്ന് പറയുമ്പോൾ എന്തുണ്ട്? സകല നാൽക്കാലി എന്ന് പറയുമ്പോൾ, നാൽക്കാലി എന്ന് ഉദ്ദേശിച്ച് 2 രീതിയുണ്ട്. രണ്ട് രീതിയുണ്ട് കേട്ടോ. ഒന്ന്, നാൽക്കാലി എന്ന് പറഞ്ഞാൽ എലിശയ്ക്ക് വേണ്ടി കുടുംബത്തിനകത്ത് നാൽക്കാലി ഉണ്ടാക്കിയിട്ട് കൊടുത്തു. അത് ഫർണിച്ചറാ. ആമേൻ, അത് മേശയാ നാൽക്കാലി. ആ നാൽക്കാലിയിലെ ഇത് തെറ്റിദ്ധരിക്കരുത്. ഒരു പാസ്റ്റർ പറഞ്ഞ് നാൽക്കാലി ഇറങ്ങി വരുന്നു. എന്താ? പത്രോസിൽ കയറി ഇരിക്കാനുള്ള മേശയെന്ന്. ആമേൻ, അങ്ങനെയൊന്നും പറഞ്ഞു കളയരുത്. ഇത് നാൽക്കാലി ഉദ്ദേശിച്ചത്, ആമേൻ സ്തോത്രം, 4 കാലുള്ള സകല ആമേൻ ജീവനുള്ള വസ്തുക്കൾ, പശു, കാള, പുല്ല്, ആമേൻ എന്ന് തുടങ്ങി എല്ലാം ഉണ്ട് അതിനകത്ത്. ആമേൻ, എരുമ, പോത്ത്, ആമേൻ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഒരു ഭാഗത്ത്. അടുത്ത് സകലവിധ ജന്തുക്കളും. പറഞ്ഞേ ആമേ, പന്നി വരെ ഉണ്ട്. പന്നി വരെ. പ്രൈസ് ദി ലോർഡ്. ഇറച്ചിയിൽ എത്ര ടേസ്റ്റുള്ള ഇറച്ചി ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പന്നിയാണെന്ന്. കാരണം ആമേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, അതിനകത്ത് ഒത്തിരി ടേസ്റ്റ് ഉള്ളതുകൊണ്ട് കേട്ടോ. നിങ്ങൾ കഴിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി ഇതിനകത്ത് എല്ലാം ഇറങ്ങി വന്നു എന്ന് പറയുമ്പോൾ 12, 13, 15-ാമത്തെ വാക്യം പറയുന്നു, ആ ശബ്ദം 2-ാം പ്രാവശ്യവും അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. 16-ാം വാക്യം. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഉടനെ പാത്രം തിരികെ ആകാശത്തേക്ക് വലിച്ചെടുത്തു. എവിടെ പോയി? ആകാശത്തേക്ക് പോയി. ഇന്ന് രാത്രി ദൈവം അവൻ്റെ മുമ്പിൽ കൊടുത്തതെന്നറിയാമോ? പറഞ്ഞുതരാം. ആമേൻ, 3 വ്യക്തികൾ അവൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വരും. പ്രൈസ് ദി ലോർഡ്. 3 വ്യക്തികൾ, 3 ശൈലിയിൽ ജീവിക്കുന്നവർ, 3 ഗോത്രവർഗ്ഗക്കാർ, 3 ശൈലി ജീവിക്കുന്ന ജീവിതം മുമ്പിലോട്ട് കൊണ്ടുപോകുന്ന, നമ്മൾ ജാതിക്കാരെ പറയില്ലേ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പല ജാതിയിൽപ്പെട്ട 3 പേര് അവിടെ വരുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യണം. ഇത് നീ മല്ലമെന്ന് എണ്ണിയെങ്കിൽ നീ അവരെ കൂടെ പോകണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവം ഒന്നറിയാതെ, മിനിസ്റ്ററെ ദൈവം ഒന്നറിയാതെ, ആമേൻ സ്തോത്രം, അങ്ങ് വേണ്ടി ദൈവം ഒന്നറിയാതെ, പ്രൈസ് ദി ലോർഡ്, നിന്റെ മുമ്പിൽ ഒന്നും ഇറങ്ങി വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒന്ന് തുറക്കാതെ ആകാശത്ത് നിന്ന് ഒന്ന് ഇറങ്ങി വരണമെങ്കിൽ ദൈവം തുറന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമോ, ദൈവം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉടനെ പ്രവർത്തിക്കും. ദൈവമക്കൾ ചിന്തിക്കുന്നത് ഉടൻ പ്രവർത്തിക്കണം. നല്ലതാകട്ടെ. സ്തോത്രം. നല്ലതേ ചിന്തിക്കാവൂ, നല്ലതേ പ്രവർത്തിക്കാവൂ. അതാ ദൈവത്തിന് ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിക്കേ, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇവിടെ വിളിച്ചു 25-ാമത്തെ വാക്യത്തിലേക്ക് വരപ്പെടുമ്പോൾ, ഹല്ലേലൂയ, അവിടെ ഒത്തിരി ദൂതുകൾ. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം അതിന് 29-ാമത്തെ വാക്യം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം, ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, 2-ാം അധ്യായം 46, മത്തായി 8:2, വെളിപ്പാട് 19:10, 22:8-9, അപ്പോസ്തല പ്രവൃത്തി 14:15, ആമേൻ അപ്പോസ്തല പ്രവൃത്തി 11:3, ആമേൻ യോഹന്നാൻ 4:9, 18, 28. ഈ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ലേവ്യ 11:2, ലേവ്യ 11:2, 47, 20, 25, ആവർത്തനം 14:4, 20, ആമേൻ എഹെസ്കേൽ 4:14, ദാനിയേൽ, ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ദിനവൃത്താന്തം, ആമേൻ 1:8, ദാനിയേൽ 1:9, 8, ആമേൻ റോമർ 14:2, 14:20, ഹല്ലേലൂയ, മത്തായി 15:11, മാർക്കോസ് 7:16, 19, 1 കൊരിന്ത്യർ 10:25, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കണ്ണിൽ ഒന്നും മറവല്ല. സകലവും നിനക്ക് വേണ്ടി ചമച്ചവൻ, സകലവും നിനക്ക് വേണ്ടി ആമേൻ തരുന്നവൻ, സകലവും നിനക്ക് വേണ്ടി കരുതുന്നവൻ. ഇന്ന് രാത്രിയിലും പറയുന്നു, ആവർത്തനം 1:17, ആമേൻ സ്തോത്രം, ദൈവം നിനക്ക് തരുന്നത് ആമേൻ വലുതാ കേട്ടോ. ദൈവം നിനക്ക് നിന്ന് വലുതാ. എന്തെന്നറിയാമോ? ആ ന്യായവിസ്താരത്തിൽ മുഖം നോക്കാതെ ചെറിയവന്റെ കാര്യവും വലിയവന്റെ കാര്യവും ഒരുപോലെ കേൾക്കാൻ 1:17, ആമേൻ സ്തോത്രം. റോമർ 3:29, ആവർത്തനം 10:17, സ്തോത്രം, ഹല്ലേലൂയ. യെശയ്യാവ്
24:5, ആമേൻ റോമർ 10:12, ആമേൻ വെളിപ്പാട് 17 അതിന്റെ 14, 19 അതിന്റെ 16, ആമേൻ അപ്പോസ്തലപ്രവൃത്തി ആമേൻ 2 അതിന്റെ 36, മത്തായി 28:18, ലൂക്ക 2 ആമേൻ സ്തോത്രം 14, ആമേൻ സ്തോത്രം പ്രൈസ് യെശയ്യാവ് 52 അതിന്റെ 1, ആമേൻ നഹൂം 1:15, ആമേൻ എഫേസ്യർ ലേഖനം 2:17. വായിച്ചു നോക്ക്. ദൈവത്തിന്റെ മുമ്പിൽ പ്രൈസ് ദി ലോർഡ് കാത്തിരുന്ന ചിലത് പ്രാപിക്കണം. മണിക്കൂർ ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീഴണം. ദൈവമേ, നീ എന്നോട് സംസാരിക്ക്, നീ എന്നോട് കർത്താവേ, നീ എന്നോട് ഇടപെടണം. നീ സംസാരിക്കുമ്പോൾ തന്നെ ഇന്ന് രാത്രി ആമേൻ അപ്പോസ്തലപ്രവൃത്തി 10:9, ആമേൻ സ്തോത്രം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ലേവ്യ ആമേൻ സ്തോത്രം 20:25, ആമേൻ മുമ്പ് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ഹല്ലേലൂയ അപ്പോസ്തലപ്രവൃത്തി 13:11 ആമേൻ 3, ആമേൻ പഠിച്ചു നോക്കേ. ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ ദാസന്മാരുടെ ഇടയിൽ സ്വർഗത്തിൽ വെളിപ്പെടും, ഇന്ന് രാത്രിയും വെളിപ്പെടും. പ്രത്യാശ ഒഴിക്കുന്ന ദൈവജനമേ, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടം ഞാൻ അറിഞ്ഞില്ലെങ്കിലും സ്വർഗം അറിയുന്നു. ഞാൻ ഒരു കാര്യം ശാന്തമായി പറയട്ടെ. ആമേൻ സ്തോത്രം. എല്ലാവരും നമ്മെ വിട്ടുപോകും, എല്ലാവരും പോവും. ഈ സൗന്ദര്യം ഒന്ന് ക്ഷയിച്ചാലേ എല്ലാവരും നമ്മെ വിട്ടുപോകും. പക്ഷെ വിട്ടുപോകാത്ത ഒരുത്തനുണ്ട്. ഇന്ന് രാത്രി അവൻ്റെ വചനമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ 1.5 മണിക്കൂർ ഞാൻ പ്രസംഗിക്കുന്നെങ്കിൽ സ്തോത്രം, മണിക്കൂറുകൾ കാത്തിരിക്കണം എനിക്ക്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ വേദനയോടെ പറയട്ടെ, പോണവര് പോട്ടെ. നീയും ഞാനും ദൈവത്തിൻ്റെ മുമ്പിൽ ഉണ്മയോടെ നിൽക്കുന്നെങ്കിൽ എല്ലാവരും പോയെന്നേ. കൂടെ പഠിച്ചവർ പോയില്ലേ? കൂടെ പഠിച്ചവർ പോയില്ലേ? ഒരു പ്ലേറ്റിൽ ഇരുന്ന് ആഹാരം കഴിച്ചവർ പോയില്ലേ? നിനക്ക് ജന്മം തന്നവർ നിന്നെ കുറ്റപ്പെടുത്തിയില്ലേ? ഒരു ഉദരത്തിൽ നിന്ന് വന്നവർ നിന്നെ പഴിച്ചില്ലേ? നിന്റെ സഹോദരൻ നിനക്ക് വേണ്ടി കെണി ഒരുക്കിയില്ലേ യോസേപ്പേ? നിന്റെ സഹോദരൻ നിനക്ക് വേണ്ടി നിന്റെ ജ്യേഷ്ഠവശം തട്ടിയെടുത്തില്ലേ യേശാവേ? പോട്ടെ. നിന്റെ നന്മ അനുഭവിച്ചല്ലേ പോയത്? വരും. ഹല്ലേലൂയ. ആമേൻ. നീ നിന്റെ വാഹനത്തിൽ കയറുമ്പോൾ നീ കരയണം. നിന്റെ വീട്ടിനകത്ത് നീ കയറുമ്പോൾ നീ കരയണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിന്റെ മുമ്പിൽ ആഹാരം വരുമ്പോൾ നീ കരയണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവകുഞ്ഞേ, ഇന്ന് രാത്രി ആമേൻ സ്തോത്രം, സഹോദരങ്ങൾ നിന്നെ മറക്കുമ്പോൾ, അവർ നിനക്കെതിരെ കെണികൾ ഒരുക്കുമ്പോൾ, അവർ നിന്നെ വിട്ട് മാറിപ്പോകുമ്പോൾ, മാറാത്ത ഒരുത്തനെ ഞാൻ പ്രസംഗിക്കുന്നത്. തുണ്ടെന്ന് എഴുതി വെച്ചിട്ടില്ല കേട്ടോ. തുണ്ട് വയ്ക്കുന്ന പരിപാടിയെ എനിക്കില്ല. സ്തോത്രം. പരിശുദ്ധ ആത്മാവ് നിങ്ങളോട് തരുന്നത് ഇന്ന് രാത്രി വിളിച്ചു പറയാൻ ആ തമ്പുരാൻ നിർത്തിയിരിക്കുന്നത്. സ്തോത്രം. ഈ രാത്രി ദൈവമൈതലേ, ദൈവം നിന്നോട് കരുണയുള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രി ഈ സ്ക്രീനിനകത്ത് ഞാൻ കാണുന്നത്. പല കണ്ണുകളും ഞാൻ കാണുന്നു. ആമേൻ സ്തോത്രം. എൻ്റെ അമ്മച്ചി വന്ന് ഒരു ഗ്ലാസ് വെള്ളം തന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, സ്തോത്രം, ഹല്ലേലൂയ. നീ കൊതിച്ചിട്ടില്ലേ, വയ്യാതെ കിടക്കുമ്പോൾ എൻ്റെ അമ്മ ഒന്ന് അടുത്ത് വന്നിരുന്നെങ്കിൽ? ആമേൻ. നീ നെഞ്ചോട് ചേർത്ത് പിടിച്ച നിന്റെ ഭർത്താവ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തന്നിരുന്നെങ്കിൽ? ഹല്ലേലൂയ. നീ ആഗ്രഹിച്ചിട്ടില്ലേ, നിന്റെ ഭാര്യ ഒരു ഗ്ലാസ് വെള്ളം തന്നിരുന്നെങ്കിൽ? നിന്റെ രക്തത്തിൽ ജനിച്ച മക്കൾ ഒരു ഗ്ലാസ് വെള്ളം തന്നിരുന്നെങ്കിൽ? ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് വരപ്പെടുമ്പോൾ അതെല്ലാം വിട്ടുപോകും. വിട്ടുപോകാത്ത ഒരുത്ത ഇന്ന് രാത്രി ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. വിട്ടുപോകാത്ത ഒരുത്തനെ ഇന്ന് രാത്രി നിന്റെ നടുവിൽ ഞാൻ പരിചയപ്പെടുത്തുന്നു. അവന്റെ പേരാ യേശു. പ്രൈസ് ദി ലോർഡ്. എന്ന രാത്രി പലരെ മുഖം കാണാൻ കഴിയുന്നില്ലെങ്കിലും ഈ രാത്രി ഇതിനകത്ത് ദൈവമൈതലേ, നിന്നോടാ ദൈവാത്മ പറയുന്നേ, വിട്ടു പോണവരെ പിന്നെ നീ പോകരുത്. പോകരുത് കേട്ടോ. ശുശ്രൂഷ പോയി, നിന്നെ വേണ്ടാന്ന് പറഞ്ഞ് ആരെങ്കിലും പോയാ നീ പിന്നെ അവരെ പിന്നാലെ എന്ത് ചെയ്യരുത്? പോവരുത്. വചനം എന്താ പറയുക? നീ കണ്ണുകടിയുള്ളവൻ്റെ അപ്പം കഴിക്കണ്ട. വിട്ടേക്ക്. കണ്ണുകടിയുള്ളവൻ്റെ അപ്പം നീ കഴിക്കണ്ട. അവൻ്റെ പൈസയും വേണ്ട, അവൻ്റെ സഹകരണവും വേണ്ട, അവൻ്റെ കാര്യങ്ങൾ വിട്ടേക്ക്. നിനക്ക് അടുത്തൊരു ആമേൻ സ്തോത്രം എൻട്രി ഉണ്ടെന്ന് ദൈവം നിനക്ക് വേണ്ടി വഴികൾ ഒരുക്കുന്നെന്ന്.
ഹല്ലേലൂയ. അവരങ്ങ് വിട്ടേക്ക്, അവരങ്ങ് വിട്ടേക്ക്. ദൈവം നിനക്ക് അടുത്ത് വേറൊരു മേടൊരുക്കുന്നുണ്ട്. അതിനെ തടയാനായി അവർ എന്ന് പറയും, ഞാൻ പോവും, ഞാൻ പോവും. ഇവിടെ നീ പോവാത്തെന്താ? നീ പൊയ്ക്കൂടെ? ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പാസ്റ്റർ ഞാൻ പൊയ്ക്കോ, നിനക്ക് ശുശ്രൂഷ തീർന്ന നീ പൊയ്ക്കോ, സ്തോത്രം. പിന്നെ പിടിച്ചു നിർത്തരുത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്നിലുള്ള വെളിപ്പാട്. ഹല്ലേലൂയ. നിന്റെ ഇപ്പോഴത്തെ ഉയർച്ച അല്ല സാത്താൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നത്. നാളെ നിനക്കൊരു ഉയർച്ചയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ആരോടൊക്കെയോ ദൂത് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്ര. ദിനേശ് ബ്രദറെ പ്രാർത്ഥിച്ചോ. ആമേൻ. 2001 നിങ്ങൾക്ക് ആമേൻ സംഭവിച്ചതെല്ലാം 2025 26 പകുതിയാക്കി ദൈവം നിങ്ങൾക്ക് വേണ്ടി കൊണ്ട് തരുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞ് സ്തുതിച്ചോ. ഈ രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പറയുന്നു, അതിനകത്ത് നീന്തി കുളിക്കത്തക്ക തലത്തിൽ ദൈവം നിങ്ങളെ അടപടല ഒന്ന് ഒരുക്കിയെടുക്കും. ഹല്ലേലൂയ. അതിനാ ചില വേദനകൾ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്ദാ, കഷ്ടത, പരിഹാസങ്ങൾ, ദുഷികളെല്ലാം തീരാൻ കാലമായി. നിന്നാ, കഷ്ടത, പരിഹാസങ്ങൾ, ദുഷികളെല്ലാം തീരാൻ കാലമായി. ദുഷികളെല്ലാം തീരാൻ കാലമായി. രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളെക്കുറിച്ച് സകലവും കളവായി പറയുമ്പോൾ നിങ്ങൾ ആരെന്ന് പറ. പറഞ്ഞേ പറഞ്ഞേ പറഞ്ഞേ. മത്തായി 5. നിങ്ങളെക്കുറിച്ച് സകലവും കളവായി പറയുമ്പോൾ നിങ്ങൾ ആരാ? നിങ്ങൾ ഭാഗ്യവാന്മാർ. പറഞ്ഞേ. നിങ്ങളെക്കുറിച്ച് സകലവും കളവായി പറയുമ്പോൾ നിങ്ങൾ ആരാ? ഭാഗ്യവാൻ. അല്ലേ ഇതൊക്കെ വേണ്ടി? അല്ലേ ബിന്ദു സിസ്റ്ററെ? അല്ലേ മിനി കർത്താവിന്റെ അഭിഷേകത്തെ? അല്ലേ ഓമന സിസ്റ്ററെ? അല്ലേ? പ്രൈസ് ദി ലോർഡ്. നിങ്ങളെക്കുറിച്ച് സകലവും കളവായി പറയുമ്പോൾ നിങ്ങൾ ആരാ? ജോബി, നിങ്ങൾ ഭാഗ്യവാൻ, നിങ്ങൾ ഭാഗ്യവാൻ. ഹല്ലേലൂയ. നിങ്ങൾ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. 100 പ്രാവശ്യം പറ ഭാഗ്യവാനാണെന്ന്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ആരെന്നറിയാമോ? മിനുസമുള്ള പൂടിയിൽ ശേഖരിച്ച അമ്പ്. ആമേൻ. സ്തോത്രം. ആയുധം ഉപയോഗിക്കുന്നവർക്കറിയാം, അവരുടെ എല്ലാ ദിവസവും അതിനെ മിനുക്കി മുൻപിലോട്ട് കൊണ്ടുപോകും. പക്ഷെ ഇന്ന് രാത്രി തമ്പുരാൻ വിളിച്ചു പറയുന്നു, അതിനകത്ത് കൊർന്നെല്യോസിന്റെ വീട്ടിൽ പത്രോസ് കയറിയപ്പോൾ പത്രോസിന്റെ കാൽക്കൽ വീണ കൊർന്നെല്യോസിനെ പുറത്ത് പൊക്കിയെടുത്തിട്ട് പറയാ, ഞാനും നീയും സമസ്വരൂപമായ മനുഷ്യനാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആമേൻ, നീ എണീറ്റ് നിൽക്ക്. ഹല്ലേലൂയ. മടങ്ങി വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ ആമേൻ, സ്തോത്രം, 8-ാമത്തെ ആമേൻ, സ്തോത്രം, ആമേൻ, 7-ാമത്തെ അത്ഭുതമാണ് നമ്മൾ ചിന്തിച്ച് കൊണ്ടുവരുന്നത്. ആമേൻ. 7-ാമത്തെ അത്ഭുതത്തിൽ നിന്നുകൊണ്ട് ആമേൻ, സ്തോത്രം, ഒരു 2 വാക്കുകൂടെ തരാം. ആമേൻ, സ്തോത്രം. മാർക്കോസ് 1:40-45, ലൂക്ക 5:12 മുതൽ 16 വരെ. ഇത്രയും കൂടെ നിങ്ങൾ 7-ാമത്തെ അത്ഭുതത്തിലേക്ക് നിങ്ങൾ എഴുതി ചേർത്തുകൊള്ളുക. നമ്മൾ പ്രൈസ് ദി ലോർഡ് 8-ാമത്തെ അത്ഭുതത്തിലേക്ക് നമ്മൾ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. 8-ാമത്തെ അത്ഭുതം. പ്രൈസ് ദി ലോർഡ്. അതിലേക്ക് വരുമ്പോൾ അതിനാധാരമായി മത്തായി സുവിശേഷം 9-ാമത്തെ അധ്യായം അതിൻ്റെ 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുന്നു. മത്തായി സുവിശേഷം 9-ാമത്തെ അധ്യായം അതിൻ്റെ 8 മുതൽ ആമേൻ, സ്തോത്രം, 9-ാമത്തെ അധ്യായത്തിൻ്റെ 2 മുതൽ ആമേൻ ചില വാക്യങ്ങൾ 8 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ വരുന്നത്. 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ വരുന്നു. ഒന്ന് വായിക്കാമോ? 9-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം മുതൽ. ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 8-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കാം. ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷവാതക്കാരനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷവാതക്കാരനോട്, മകനെ, ധൈര്യമായിരിക്കാൻ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ശാസ്ത്രിമാരിൽ ചിലർ, ഇവൻ ദൈവദൂഷണം പറയുന്നു, ഉള്ളം കൊണ്ട് പറഞ്ഞു. യേശുവോ അവരുടെ നിരൂപണം ഗ്രഹിച്ച്, നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് വീട്ടിൽ പോയി. പുരുഷാരം അത് കണ്ട് ഭയപ്പെട്ടു. മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അവേ നോയിക്കേ, ഈ അത്ഭുതങ്ങളിലേക്ക്, എട്ടാമത്തെ അത്ഭുതത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, മത്തായി സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോഴാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വലിയ അത്ഭുതങ്ങളൊക്കെ ആമേൻ 8-ാമത്തെ അധ്യായത്തിൽ ചെയ്ത് കഴിഞ്ഞ് 9-ലേക്ക് താൻ പ്രവേശിക്കുമ്പോൾ ഒത്തിരി ഭൂതാത്മാക്കളൊക്കെ 8-ാമത്തെ അധ്യായത്തിലേക്ക് ആമേൻ യേശു കർത്താവ് സൗഖ്യമാക്കി അനേക അത്ഭുതങ്ങൾ ചെയ്ത ശേഷം 9-ലേക്ക് വരുമ്പോൾ യേശു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയതും, ആമേൻ സ്തോത്രം, മത്തായിയെ വിളിച്ചതും, ചുങ്കക്കാരനോടും പാപികളോടും ആമേൻ ഭക്ഷിപ്പാൻ പോയതും, ശിഷ്യന്മാരോട് കൂടെ പോയതും ഉപവസിച്ചതൊക്കെ നമുക്ക് ഈ ആമേൻ 9-ാമത്തെ അധ്യായത്തിൽ കാണാൻ കഴിയുന്നു. അതുമാത്രമല്ല, ആമേൻ രക്തസ്രാവം പിടിച്ച സഹോദരിയെ സൗഖ്യമാക്കിയതും, ആമേൻ യായിറോസിൻ്റെ പുത്രിയെ ഉയർപ്പിച്ചതൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. മാത്രവുമല്ല, ആമേൻ ഗ്രസ്തനെയൊക്കെ വിടുവിക്കുന്നതൊക്കെ നമുക്കിവിടെ ഈ 9-ാമത്തെ അധ്യായത്തിൽ വളരെ ഭയങ്കര അത്ഭുതങ്ങൾ യേശു കർത്താവ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ പറയാറുണ്ട് പലപ്പോഴും, ഒരു കൊയ്ത്തിന് നില ഒരുക്കിടക്കുന്നത് പോലെ യേശു അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് ആമേൻ ഗലീലയിൽ മാത്രമല്ല, കബർനഹൂമിൽ മാത്രമല്ല, പല സ്ഥലങ്ങളിലും യേശു ഇറങ്ങി അങ്ങോട്ട് ചെന്നപ്പോൾ ആമേൻ സ്തോത്രം, വലിയ അത്ഭുതങ്ങളെ കർത്താവ് അവിടെ ചെയ്തു. എന്നിട്ടും ഈ അത്ഭുതങ്ങളെ കണ്ടിട്ടും ജനമൊക്കെ എന്ത് ചെയ്തു? ആമേൻ അവരെല്ലാം വിഭ്രാന്തി പിടിച്ച്, പരിഭ്രമം പിടിച്ച്, അവരെ കണ്ണുകൾക്ക് വരെ വിശ്വസിക്കാൻ കഴിയാത്ത, അവരെ ചെവികൾക്ക് വരെ വിശ്വസിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു. നോക്കിയേ, ഇതിന് 1-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നു. ശ്രദ്ധിക്കൂ, 9-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യം വരെ മത്തായിയെ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. 10-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ ചുങ്കക്കാരോടും പാപികളോടും ഭക്ഷിക്കാൻ പോയത്. 14-ാമത്തെ വാക്യം മുതൽ 20-ാമത്തെ വാക്യം വരെ ശിഷ്യന്മാർ ഉപവസിക്കേണ്ടതിന് ന്യായം കാണിച്ചത്. 20-ാമത്തെ വാക്യം മുതൽ 23-ാമത്തെ വാക്യം വരെ രക്തസ്രാവം പിടിച്ച സഹോദരിയെ സൗഖ്യമാക്കുന്നത്. 23 മുതൽ 27 വരെ യായിറോസിന്റെ പുത്രിയെ ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഉയർപ്പിച്ചത്. 27 മുതൽ 32 വരെ 2 കുരുടന്മാർ കാഴ്ച കൊടുത്തത്. 32 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ ആമേൻ ബദിരനായ ഊമനായ ഒരു വ്യക്തിയെ സൗഖ്യമാക്കിയത്. അപ്പോൾ ഈ പുസ്തകത്തെ ഒന്ന് അരിച്ചു പറയ്ക്കൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് 10,000-ൽ അപ്പുറം മെസ്സേജുകൾ ഈ ഒറ്റ പുസ്തകത്തിനകത്തുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് രാത്രി നിങ്ങൾ റെഡി ആണല്ലോ അല്ലേ? ഇതിനകത്ത് നമ്മളൊന്ന് പിരുത്തെടുക്കാൻ പോകുക. സ്തോത്രം. നോക്കിക്കേ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഈ പുസ്തകത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ നിറങ്ങി ചെല്ലുമ്പോൾ മത്തായി സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യവും, മാർക്കോസ് 2-ന്റെ 1-ഉം, ആമേൻ മത്തായി ആമേൻ സ്തോത്രം 9-ന്റെ 2-ഉം നമ്മൾ പഠിക്കുമ്പോൾ, ആമേൻ സ്തോത്രം മാർക്കോസ് സുവിശേഷം 2-ന്റെ 3 മുതൽ 12 വരെ നമ്മൾ പഠിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്, മത്തായി സുവിശേഷം 9-ന്റെ 22 മുതൽ ആമേൻ 29 വരെ പഠിക്കുമ്പോൾ, ലൂക്ക 5-ന്റെ 18 മുതൽ 26 വരെ നമ്മൾ പഠിക്കുമ്പോഴും അതിനകത്തും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. നമ്മുടെ വിഷയം ഇതാണ്, പക്ഷപാതക്കാരനായ രോഗിയെ യേശു സൗഖ്യമാക്കി. ഇന്ന് രാത്രി കർത്താവ് പടകിൽ കയറി അക്കരെ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വന്തം പട്ടണത്തിലേക്ക് എത്തിയപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി പട്ടണത്തിൽ വെളിപ്പെട്ടു. പട്ടണക്കാർ വിസമ്മതിച്ചു നിൽക്കുമ്പോൾ, വ്യക്തികളെല്ലാം അന്തം വിട്ടു നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, എന്തൊക്കെ സംഭവിക്കുന്നു ഒന്നും അറിയുന്നില്ല. ഭൂതങ്ങൾ അലറി ഓടുന്നു. കേട്ടോ, ആമേ സ്തോത്രം. ആമേ പക്ഷപാതക്കാർ നടക്കുന്നു. ഊമനും ബധിരനുമായവൻ, ആമേ സംസാരിക്കാത്തവനും പൊട്ടനുമായവൻ, ചെവി കേൾക്കാത്തവനെ ആമേ കർത്താവ് സൗഖ്യമാക്കുന്നു. യഹോവ തുറന്നു വാ എന്ന് പറഞ്ഞ് ചെവിക്കകത്തേക്ക് വിരൽ കുത്തിക്കയറ്റുന്നു. ഹല്ലേലൂയ. അവന്റെ നാവിനെ പിടിച്ച് വലിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഇന്ന് രാത്രി ചില കെട്ടപ്പെട്ട കെട്ടുകളെ പൊട്ടിക്കുന്ന ഒരു സ്വർഗം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ചില കുടുംബത്തിനകത്ത്, ചില സഭയെ കെട്ടിവച്ചിരിക്കുന്ന എത്ര പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന വെളിപ്പെട്ടു വരാതെ, എത്ര ആരാധിച്ചാലും ആരാധന വെളിപ്പെട്ടു വരാതെ കെട്ടി അടച്ചിരിക്കുന്ന കെട്ടുകള് നിന്റെ ഉയർച്ചകളെ തടയുന്ന, നിന്റെ യാത്രകളെ തടയുന്ന, നിന്റെ വിദേശ നന്മകളെ വരെ അവനെ അടിച്ചു ഒതുക്കി അവന്റെ കോട്ടയ്ക്കകത്ത് ആമേൻ സ്തോത്രം ഒതുക്കി വച്ചിരിക്കുമ്പോൾ, ഇന്ന് എന്നെ കേൾക്കുന്ന ആരൊക്കെയോ ഇത് രാത്രി സന്ദേശങ്ങൾ കൊണ്ടിരിക്കുമ്പോൾ
ചിന്തിക്കുമ്പോൾ ദൈവാത്മ പറയുന്നു ചില കോട്ടകൾ ഇന്ന് രാത്രി തകരുകയാ. ആമേൻ. അത് തകരണമെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോബി 7 ദിവസം ഉപവസിച്ച ജോബി ദൈവത്തിന്റെ ആത്മാവ് ജോബിയോട് പറയുക, 7 ദിവസം നീ ഉപവസിക്കുക. 7ാമത്തെ ദിവസം നിന്റെ മുമ്പിൽ കെട്ടി അടച്ച കോട്ടകൾ, നിന്റെ യൗവനത്തെ നിന്നെ തകർത്ത് കളയുന്ന ചില പൈശാചിക കെട്ടുകൾ, നിന്റെ നന്മകളെ വരെ ചോർത്തിക്കളഞ്ഞ, നിന്റെ ഉയർച്ചകളെ പടകുകളെ ചവിട്ടിയിടിച്ച, നിന്റെ ഉയർച്ചകളെ സ്തോത്രം തേജോവധം ചെയ്യുന്ന ശത്രുവിന്റെ കോട്ടകളും മതിലുകളും ഇന്ന് രാത്രി പൊട്ടിച്ചെടുക്കണമെങ്കിൽ നീ 7 ദിവസം ദൈവസന്നിധിയിൽ സറണ്ടർ ആയിരിക്കുക. നിന്നെ എൻകൗണ്ടർ ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ജോബി ദൈവത്തിന്റെ ആത്മാവ് തന്നെ എൻകൗണ്ടർ ചെയ്തിരിക്കുക. നീ ദൈവസന്നിധിയിൽ സറണ്ടർ ആകുക. ദൈവത്തിന് നീ ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് രാത്രി നിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകം വെളിപ്പെടുന്നുണ്ട്. നീ ഇവിടെ കിടന്ന് കറങ്ങേണ്ടവനൊന്നും അല്ല കേട്ടോ. തമ്പുരാൻ നിന്നെ ചില രാജ്യത്തിൻ്റെ അകത്തേക്ക് ദൈവം നിന്നെ കയറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. പലരും ഇവിടെ കിടന്ന് കറങ്ങുമ്പോൾ, പലരും ഇവിടെ കിടന്ന് നിന്നെ പഴിക്കുമ്പോൾ, നീ അങ്ങോട്ട് പോകുമ്പോൾ, നിന്നെ തുറച്ചു നോക്കുമ്പോൾ, ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ചിരിക്കുമ്പോൾ, അട്ടഹസിക്കുമ്പോൾ, ഇന്ന് രാത്രി ജോബിയോട് ദൈവത്തിൻ്റെ ആത്മാവ് അത് ശക്തമായി പറയുന്നു. നീ ദൈവത്തിൻ്റെ കയ്യിൽ നീ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. നിന്റെ ഒരു മൂർച്ചയുള്ള വാളാക്കി പുറത്തെടുക്കാൻ എന്റെ കർത്താവ് ഇന്ന് രാത്രി കഴിയും. പ്രൈസ് ദി ലോർഡ്. കേൾക്കുന്നവർ കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ, 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 ആമേൻ. കേൾക്കൂ, ഇതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുകയാ. കാരണം സ്വന്തം പട്ടണത്തിനകത്ത് ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നു. ആമേൻ, സ്തോത്രം. യേശുവിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയാ. അവരിൽ ചിലർ കിടക്കുമേൽ കിടക്കുന്ന ഒരു പക്ഷപാതക്കാരനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ട്, ആരെ വിശ്വാസം? കൊണ്ടുവന്നവന്റെ വിശ്വാസം. കിടക്കുന്നവന് ഒട്ടും വിശ്വാസമില്ല. കേട്ടോ, കേട്ടോ, കേട്ടോ. കിടക്കുന്നവന് വിശ്വാസമില്ല. പക്ഷേ കൊണ്ടുവന്നവരെ വിശ്വാസം കണ്ടപ്പോൾ കർത്താവ് സൗഖ്യമാക്കി. ഇന്ന് രാത്രി നിന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവം നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചനകൾ, ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ശക്തമായി വിളിച്ചു പറയുന്നു. നീ കൊണ്ടുവരുന്ന നിന്റെ വിശ്വാസം കണ്ട് യേശു പക്ഷപാതക്കാരനോട് കിടക്ക എടുത്തുകൊണ്ട് നടക്ക. ഈ രാത്രി നിന്റെ വിശ്വാസം എത്രയുണ്ട്? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള നിശ്ചയവുമാകുന്നു. വിശ്വസിക്ക്. നിന്റെ കണ്ണുകൊണ്ട് നീ ചില അത്ഭുതങ്ങൾ കാണാൻ പോകുന്നു. യേശുവിൻ്റെ അത്ഭുത ശുശ്രൂഷ തീരും മുൻപേ, ഈ സബ്ജക്റ്റ് കഴിയും മുമ്പേ ചിലർ ഇവിടുന്ന് ഈ ഭൂമിയിൽ നിന്ന് ചിറകടിച്ച് പറന്നുയരുന്നത് പോലെ, എന്ന് പറഞ്ഞാൽ മരിച്ചുയരുന്നല്ല പറയുന്നത്, ചിറകടിച്ച് എന്ന് പറഞ്ഞാൽ അടയ്ക്കപ്പെട്ട ചില വഴികൾ തുറന്ന് സ്തോത്രം ഈ 35 അത്ഭുതങ്ങൾ തീരും മുമ്പേ ചിലർ ദൈവം വിദേശ രാജ്യത്ത് കൊണ്ടുറപ്പിക്കും. ഞാനത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ചിലർ ദൈവാത്മാവിൽ ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്നു. ദൈവ പൈതലേ, ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിന്റെ ആഗ്രഹങ്ങളും നിന്റെ പ്രാർത്ഥനകളും, ഹല്ലേലൂയ. ഒരാൾ എന്നോട് പറയാ, ദേവദാസനെ, എൻ്റെ മകൾ അമേരിക്കയിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചു. നല്ലത്, പ്രൈസ് ദി ലോർഡ്. അവൾക്കൊരു ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നല്ലത്, സ്തോത്രം. അവരിപ്പോൾ എവിടെയാ? 2 പേരും അവിടെ സെറ്റിലാ. ആമേൻ. കുഞ്ഞിനെ പോലും കാണാൻ കഴിയുന്നില്ല. ആമേൻ. ഞാൻ പറഞ്ഞു, ഏറെ നല്ലത്. അപ്പോഴാ പറഞ്ഞ പാസ്റ്റർ എന്താ പറഞ്ഞേ? ഞാൻ ഏറെ നല്ലത്. സ്തോത്രം, സ്തോത്രം. കാണാത്തത് ഏറെ നല്ലത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അടുത്ത ഒരു വാക്ക്, ഞാൻ അവരെ കാണും. ഒരു വാശിയുണ്ടോ? അങ്ങനെ അവർ മാത്രം അവിടെ ചെത്തി നടന്നാൽ പോരല്ലോ, എനിക്കും അവിടെ പാർക്കണം ഇന്ന് രാത്രി. അങ്ങനെ വിശ്വാസമുണ്ടോ? നിന്റെ പ്രായമൊന്നും വിഷയമല്ലെന്നേ, പറന്നുയരുന്നേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഇതിനകത്ത് സാക്ഷി ഞാൻ പറയാം. അവർ പറയുന്നു, ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് നമ്മുടെ പ്രസംഗിക്കുന്ന സുജന കർത്താവിന്റെ അഭിഷേകത്തെ അറിയാമോ? എല്ലാവർക്കും അറിയാലോ അല്ലേ? ഈ നാവിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവോട് ദൂത് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ദൂത് നിറവേറി. സ്തോത്രം. 15 വർഷം നീണ്ട 10-15 വർഷത്തിനകത്ത് വെച്ച് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരുന്നു അവർക്ക് അമേരിക്കയിൽ പോകേണ്ട വിഷയം. സ്തോത്രം പറ. ആമേൻ. ദൈവം അനുവദിച്ചാൽ അടുത്ത മാസം അവർ അമേരിക്കയിൽ പറക്കും. സ്തോത്രം പറഞ്ഞേ. എല്ലാ മഹത്വവും ദൈവത്തിന്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് രാത്രി ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. ദൈവം നിന്റെ അത്ഭുതം കാണാൻ നോക്കിയിരിക്കുക. നിന്റെ നിരാശ കാണാനല്ല, അത്ഭുതം കാണാൻ. ഹല്ലേലൂയ. ഇവിടെ ഫ്ലൈറ്റിൽ കയറാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടോ? അവരെ നോക്കി ദൈവാത്മ പറയുന്നു, നീ ഇന്ന് മുതൽ ആഗ്രഹിക്കണം, എനിക്ക് ഫ്ലൈറ്റിൽ കയറണം. സ്തോത്രം.
വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. എനിക്കൊന്ന് ഫ്ലൈറ്റിൽ കയറണം, എനിക്കൊന്ന് ചുറ്റി അടിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് രാജ്യങ്ങളിലൊക്കെ ഒന്ന് പോകണം. തങ്ങാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുക. അത് പാസ്റ്റേ നടക്കുമോ? പിന്നെന്താ? ആമേ സ്തോത്രം. ദൈവ പൈതലെ ആമേ അറിയുന്ന അതിനകത്ത് നമുക്കൊരു ശുശ്രൂഷ നടത്തണ്ടേ? ഉറപ്പായിട്ടും ചന്ദ്രനിൽ വിവാഹം നടത്തുന്നു, കപ്പലിനകത്ത് കല്യാണം നടത്തുന്നു, പിന്നെ ഫ്ലൈറ്റിനകത്ത് വിവാഹം നടത്തുന്നു. പിന്നെ ഇനിയിപ്പോൾ എന്താ ഇനി കുറവ്? ആമേ ദൈവം നിന്നോട് പറയുന്ന കാര്യത്തിലേക്ക് നീ ഒന്ന് അടുത്തേക്ക് വന്നേ. നിന്റെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. ഞാൻ അത് ചെയ്യുമെന്നുള്ള വാശി വരട്ടെ. ആമേൻ ആമേ. തമിഴിൽ പറയുന്നത് വൈരാഗ്യം വരട്ടെ. നിനക്ക് നിന്റെ ഉള്ളിൽ ഒരു ചിന്ത വരണം, എനിക്കിത് സംഭവിക്കും. എന്ന് നോക്കി കലണ്ടറിൽ നോക്കിയിട്ട് എനിക്ക് ഇന്ന് ഇത്ര പ്രായമായി, ഇനി എത്ര പ്രായം വരെ നോക്കിയിരിക്കും എന്ന് പറഞ്ഞ് ചിന്തിക്കണ്ട. ഹല്ലേലൂയ, ഇപ്പോഴാ നിന്റെ സമയം. പ്രൈസ് ദി ലോർഡ്, ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴാ നിങ്ങളുടെ സമയം, ഇപ്പോഴാ നിന്റെ സമയം. ഈ സമയം നോക്കി ഞാൻ ഒരു കടങ്കഥ പറഞ്ഞതല്ല കേട്ടോ. ഇന്ന് രാത്രി ഇതിനകത്ത് നിങ്ങൾ ആഗ്രഹിക്കുമെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ പറന്നുയരാൻ പോകുകയാ. കഴിഞ്ഞ ദിവസം അഭിഷേകത്തെ എനിക്ക് ദൂത് പറഞ്ഞു, ഇനി കർത്താവിന്റെ അഭിഷേകത്തെ കർത്താവിന്റെ അംശത്തിന് യാത്രയ്ക്ക് ഒരുങ്ങാൻ ഞാൻ ഒരുങ്ങിയിരിക്കുക, ഒരു യാത്ര പോകാൻ വേണ്ടി. സ്തോത്രം, ആമേ സ്തോത്രം. ഞാൻ പറയട്ടെ, കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഞാൻ അഭിഷേകത്തോട് പറഞ്ഞൊരു ദൂതുണ്ട്. അഭിഷേകത്തെ നിങ്ങൾ പ്രവാചിയാകണം. സ്തോത്രം പറ. ഇതിനകത്തിരിപ്പുണ്ട് മിനി അഭിഷേകത്തെ. സ്തോത്രം, ആമേൻ. 10 ദിവസം അവരുടെ ഭവനത്തിൽ മീറ്റിന് പോകുമ്പോൾ അഭിഷേകത്തെ നിങ്ങളെ പ്രവാചകയാക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ നാവിന്നൊരു ദൂത് വന്നപ്പോഴേ ഞാൻ സന്തോഷിച്ചു. സ്തോത്രം പറ. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയുന്ന ആ വാക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ ദൈവം നിങ്ങളെ നടത്തും, ദൈവം അത് നിങ്ങൾക്ക് തരും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ നിങ്ങളുടെ യാത്ര ഒരുങ്ങിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. നോക്കൂ, ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവോ അവരുടെ നിരൂപണം ഗ്രഹിച്ചു. നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്ത്? 4-ാം വാക്യം. നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതോ, എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞതെല്ലാം കുറ്റമായിട്ട് അവര് നിരൂപിച്ചു. കർത്താവ് പറഞ്ഞതെല്ലാം അവർ തെറ്റായി നിരൂപിച്ചു. ആ ഒരു പട്ടണത്തിനകത്താ ഞാനും നിങ്ങളും പാർക്കുന്നത്. സ്തോത്രം പറ. ഹല്ലേലൂയ. ഞാനും നീയും പാർക്കുന്നത് ആ ഒരു പട്ടണത്തിനകത്താ. നിന്നെ സ്തോത്രം വെടക്ക് നിന്നുന്ന പട്ടണം. യേശുവിനെ പിശാചെന്ന് പറഞ്ഞില്ലേ, യേശുവിനെ ഭൂതമെന്ന് പറഞ്ഞില്ലേ? എന്തിനേറെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു സ്ത്രീ വന്ന് യേശുവിന്റെ കാൽക്കൽ ഒന്ന് കരഞ്ഞപ്പോൾ പറഞ്ഞു, അവനത്ര പ്രവാചകനല്ലേ? അവന്റെ അടുത്തിരിക്കുന്ന വന്ന് അവൻ മുട്ടി ഒരുങ്ങുന്ന സ്ത്രീ ആരെന്ന് അറിഞ്ഞില്ലല്ലോ അവൻ. മനസ്സിലാകുന്നുണ്ടോ? പരീശന്റെ വീട്ടിൽ യേശു ഇരുന്നപ്പോൾ സ്ത്രീ പുറകെ വന്ന് കരയുക. അപ്പോഴാ യേശു അവന്റെ ഹൃദയത്തിൽ കണ്ടിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ ഇനി കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീര് കൊണ്ട് അവളെന്റെ പാദം കഴുകി. ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എനിക്ക് ചുംബനം തന്നില്ല. സ്തോത്രം. ഇവളോ ഇടവിടാതെ എന്റെ പാദം ചുംബിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. നീ എന്റെ കാലിന് തോർത്ത് തന്നില്ല. ഇവളോ തലമുടി കൊണ്ട് കാൽപാദം തുടയ്ക്കുന്നു. നീ എന്റെ തലയിൽ എണ്ണ തന്നില്ല. ഇവളോ വിലപിടിപ്പുള്ള പരിമള തൈലവനെ തലയിൽ പൂശുന്നു. മനസ്സിലാകുന്നുണ്ടോ? അവളുടെ പാപത്തെ മോചിക്കാനായി യേശു ആ വീട്ടിൽ പോയത്. ഇന്ന് രാത്രി നിന്റെ വീട്ടിനകത്ത് അഭിഷക്തമാരെ നിങ്ങളിരിക്കുന്ന ഭവനത്തിനകത്ത് മാത്രമല്ല, ദേശത്തിൽ കെട്ടുകൾ പൊട്ടുകയാ. പന്നികൾ അപ്പുറം ഇപ്പുറം ചാടാതിരിക്കാൻ ഇരുമ്പ് കമ്പികൾ കെട്ടിയിട്ട് അതിൽ കറണ്ട് പാസ് ചെയ്യുമ്പോൾ പന്നിയോ ഏതെങ്കിലും ശുദ്ര ജന്തുക്കളോ വന്ന് തട്ടിക്കഴിഞ്ഞാൽ സ്തോത്രം, അതിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ വെയിറ്റ് അനുസരിച്ച്, അതിന്റെ പവർ അനുസരിച്ച് ഇത് തള്ളുമ്പോൾ കറണ്ട് അതിനെ അടിച്ച് ദൂരെ എറിയുന്നു. ഇതുപോലെ ഇന്ന് രാത്രി കെട്ടി ബന്ധിച്ചിരിക്കുന്ന ചില ബന്ധനം ദൈവ പൈതലേ, നിന്നെ ദൈവം കെട്ടി ഒരു ഭാഗത്തിട്ടിരിക്കുക.
ആമേ സാത്താന് നല്ലവണ്ണം അറിയാം. ഇയ്യോബിന്റെ വീട്ടിലേക്ക് സാത്താൻ പോയപ്പോ കർത്താവിനോട് പറഞ്ഞു, സാത്താൻ പറയുക, പ്രൈസ് ദി ലോർഡ്, നീ എന്നോട് പോകാൻ പറഞ്ഞില്ലേ, നീ പോയല്ലോ, ഞാൻ പോയി, പിന്നെ അവനെ തൊട്ടോ, പറ്റിയില്ല, നീ അവിടെ വേലിയെട്ടിയിരിക്കുകയല്ലേ. ഉടവലരകത ശംഭപരാജകൾ കനാദി. ഇന്ന് രാത്രി നിനക്ക് ചുറ്റും വേലി കെട്ടി, നിനക്ക് ചുറ്റും കാവൽ നിർത്തി, നിനക്ക് ചുറ്റും ആമേൻ പ്രൈസ് ദി ലോർഡ് പരിശുദ്ധാത്മാവിന് ഇലക്ട്രിക് ലൈൻ വലിച്ച് നിന്നെ തകർത്ത് കളയാൻ കഴിയാതെ, നിന്നെ മുടിച്ചു കളയാൻ കഴിയാതെ, ആമേൻ നീ പാർക്കുന്ന കോമ്പൗണ്ടിനകത്ത് വീട്ടിലായിരിക്കാം, ഒരു കാട്ടാനയോ ഒരു ക്ഷുദ്ര ജന്തുക്കളോ നിന്നെ തൊടുവാൻ വരത്തില്ല എന്ന് സ്വർഗത്തിലെ ദൈവം ദൂത് പറയുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി വിളിച്ചു പറയുന്നു, നിന്റെ കണ്ണീര് കാണുന്ന ഒരു ദൈവമുണ്ട്. ഉടമ രമല രഗതന ശംധന ധീരവരത്തുനി വൈടക്കടകം ചൂടാമാനക അമ്പൽക്കമനപരഗത ശൈടകരാജകൾ കനാദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ജോസാറിനോട് ഞാൻ പറഞ്ഞു, ജോസാറേ ഞാൻ ഇങ്ങനെ വെളിപ്പാട് കാണും സാറേ, സ്തോത്രം, ഈ പള്ളിയുടെ പുറത്ത് എന്തൊക്കെയോ വന്ന് വീണ് പള്ളി തകർന്നതായി വെളിപ്പാട് കാണുന്നു എന്ന് സഭയ്ക്കകത്തിരുന്ന് ഞാൻ ദൂത് പറഞ്ഞപ്പോൾ സ്തോത്രം എല്ലാവരും ആഹാലവൃത്തം കരമടിച്ച് ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി. അറിയണോ സ്തോത്രം, ഹാലിൽ കഴിഞ്ഞ ദിവസം എന്നോട് പറയാ, ദൈവദാസനെ അന്ന് പറഞ്ഞ ദൂതുണ്ടല്ലോ, ഒരു 6-7 മാസം മുമ്പ് ഒരു ദൂത് പറഞ്ഞില്ലേ, സ്തോത്രം, 6 ആന ഒരുമിച്ച് പിടിച്ചാൽ പൊങ്ങാത്ത 2 ആഞ്ഞലുകൾ. സ്തോത്രം, 6 ആന ഒരു ആഞ്ഞലിന്റെ ഒരു കഷണം ഒരുമിച്ച് പിടിച്ചിട്ട് പൊങ്ങിയില്ല. സ്തോത്രം, അത് രണ്ടും വന്ന് ഈ പള്ളിയുടെ മണ്ടയ്ക്ക് വീണെന്ന. സ്തോത്രം പറ. ഹല്ലേലൂയ. കാലങ്ങൾ കഴിഞ്ഞെങ്കിലും വെളിപ്പാടിന്റെ ദൂത് അതിന്റെ ആഴത്തിൽ സഭ പ്രാർത്ഥിച്ചു. സഭ 7 ദിവസം ഉപവാസം ഇരുന്നു, പ്രാർത്ഥിച്ചു. പക്ഷെ ഉപവാസം ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ചില്ല വന്ന് വീണെങ്കിൽ ഈ ആലയം തവിട് പൊടിയാകുമായിരുന്നു. ഇന്ന് രാവിലെ എന്നോട് സംസാരിച്ചത് കാര്യം. ശൂടമന ശംഭവാരുകൾ കനാദി അമ്പൽക്കമനപരഗതുനി. ദൈവമൈതലേ, നിന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളുണ്ടല്ലോ, അത് മൂർച്ചയുള്ള ആയുധമാ. ശത്രുവിന്റെ അടിസ്ഥാനത്തെ പൊളിക്കുന്ന വാക്കുകളാ നിന്റെ നാവിൽ തരുന്ന സ്തോത്രം, സ്തുതി, ആരാധനകൾ. മൗനമായിരിക്കരുതേ, മൗനമായിരിക്കരുതേ. ദൈവം തരുന്ന സമയത്ത് മിണ്ടാതിരിക്കരുതേ. നിങ്ങളുടെ സ്തോത്രം കേൾക്കുന്ന, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന, നിങ്ങളുടെ ആരാധന സ്വീകരിക്കുന്ന, നിങ്ങളുടെ സ്തോത്രം, ആരാധനകൾ, സ്തുതികള്, ആമേൻ പ്രൈസ് ദി ലോർഡ്, ഒരു സമയത്ത് മാത്രമല്ല, എല്ലാ സമയത്തും രാത്രി പോലെ കണ്ണുറക്കം കൊടുക്കാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടോ? ദൈവം നിന്നെ മാനിക്കും, നിന്നെ കർത്താവ് പുറത്തു കൊണ്ടുവരും. ഇന്ന് രാത്രി ദൈവം